പാർത്ഥസാരഥിരൂപേണ ശ്രാവയിത്വാ ശുഭാം ഗിരം പാർത്ഥസ്യാർത്തിഹരോ ദേവഃ കൃപാമൂർത്തിഃ സ പാതു നഃ. ഹരി ഓം. അർജുനന്റെ കുറെ ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾക്ക് ഭഗവാൻ കൊടുക്കുന്ന ഉത്തരം ആണ് നമ്മളെ ഇനി കാണുന്നത്. ബ്രഹ്മ എന്നുള്ള ശബ്ദമാണ് ആദ്യം അർജുനൻ ചോദിച്ചു. വേദം പറയുന്നു, ഉപനിഷത്തുകൾ പറയുന്നു ബ്രഹ്മം എന്ന്. അതെന്താണ് ഭഗവാനെ? കിം തദ് ബ്രഹ്മ? ബൃഹദ് വസ്തു എന്നുള്ള അർത്ഥമാണ് ബ്രഹ്മ. അതുകൊണ്ട് ചില സ്ഥലത്തിലെ ബ്രഹ്മ എന്ന് പറയുന്നതിന് പകരം ബൃഹത് എന്ന് തന്നെ പറയും. ഭാഗവതത്തിൽ ശ്രുതിഗീതയിൽ ബൃഹത് എന്ന പദം തന്നെ ഉപയോഗിക്കുകയാണ്. ബൃഹത് ഉപലബ്ധമേതദവയന്ത്യവശേഷതയാം യത ഉദയാസ്തമയോ വികൃതേർമൃതിവാ വികൃതാത് അതർഷയോ ദധുസ്ത്വയി മനോ വചനാചരിതം കഥമയഥാ ഭവന്തി ഭുവി ദത്തപദാനി നൃണാം ബൃഹദുപലബ്ധം ബൃഹദ്വദേമ വിദധേസു വീരാഹ എന്ന് വേദം. അതുകൊണ്ട് ബൃഹത് എന്ന് വെച്ചാൽ ബൃഹദ്വദേമ, ബ്രഹ്മത്തിനെ കുറിച്ച് ഞങ്ങൾ പറയാം. എപ്പോഴാ? മേധാദേവി ഞങ്ങളെ ഒന്ന് തൊട്ടാൽ ഞങ്ങൾ ബ്രഹ്മത്തിനെ കുറിച്ച് പറയാം എന്ന് പറയാം. വേദത്തിലെ മന്ത്രാണ്. ആട്ടെ, അപ്പോ ഈ ബ്രഹ്മം എന്താണ് എന്ന് ചോദിച്ചു. ഏതൊന്നാണോ ഒരു അഴിവുമില്ലാതെ നാശമില്ലാതെ അകമയ്ക്ക് ചിത് സ്വരൂപമായി പ്രകാശിക്കുന്നത്, അത് തന്നെ ബ്രഹ്മം. അഴിവില്ലാത്ത വസ്തു, നാശമില്ലാത്ത വസ്തു അക്ഷരം. ഏതസ്യ അക്ഷരേ അക്ഷരസ്യ പ്രശാസനേ ഗാർഗി സൂര്യാചന്ദ്രമസൗ ദ്യാവാ പൃഥിവീ വിധൃതൗ തിഷ്ഠത എന്നങ്ങനെ എന്തോ ഒരു മന്ത്രം ബൃഹദാരണ്യകത്തില് യാജ്ഞവൽക്യൻ പറയുന്നു. ഹേ ഗാർഗി, ഈ പ്രപഞ്ചം മുഴുവൻ ഏതിന്റെ പ്രശാസനത്തിലാണ് നിൽക്കുന്നത് എന്നാണ്. എന്തോ ഒരു നിയമത്തിനെ ആശ്രയിച്ച് നിൽക്കണുണ്ടല്ലോ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ, വളരെ വിചിത്രമാണ്. എന്തിനാ ഈ ഭൂമി ഇങ്ങനെ വട്ടം കറങ്ങണത്? ഈ എന്തിനാ എന്നുള്ള ചോദ്യം പ്രകൃതിയിൽ ചോദിച്ചിട്ട് കാര്യമേ ഇല്ല. കാരണം ഒരു ഉത്തരവും കിട്ടില്ല. അത് ഇങ്ങനെയാണ് നിയതി എന്നേ പറയാൻ വെക്കുള്ളൂ. സൂര്യൻ എന്തിനു പ്രകാശിച്ചുകൊണ്ടേയിരിക്കണു? ചന്ദ്രൻ എന്തിന് സൂര്യന്റെ പ്രകാശം എടുത്തുകൊണ്ട് പ്രകാശിക്കണു? ഭൂമി എന്തിനിങ്ങനെ ഉരുണ്ട് പോകുന്നു? ഗ്രഹങ്ങൾ തമ്മിൽ പരസ്പര ആകർഷണം എന്തിന്? ഇതിനൊക്കെ വൈ ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അങ്ങനെയാണ്, എങ്ങനെയുണ്ടോ അങ്ങനെയാണ് എന്നേ പറയാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഏതോ ഒന്നിന്റെ പ്രശാസനത്തിൽ ഭംഗിയായിട്ട് നടക്കണമെന്നാണ്. ഭീഷാസ്മാദ്വാതഃ പവതേ ഭീഷോദേതി സൂര്യഃ ഭീഷാസ്മാദഗ്നിശ്ചേന്ദ്രശ്ച മൃത്യുർധാവതി പഞ്ചമയിതി. എല്ലാം ഒരു വലിയ ചെയർമാനെ പേടിച്ചിട്ട് ഇൻഡസ്ട്രിയിൽ കാര്യങ്ങളൊക്കെ ഫാക്ടറിയിൽ നടക്കണ പോലെ ഈ പ്രപഞ്ചത്തിൽ അല്പം പോലും നിലതെറ്റാതെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടു പോകുന്നു. ആരുടെ പ്രശാസനത്തിലാണ്? ഏതസ്യ അക്ഷരസ്യ പ്രശാസനേ. ഈ പരമാത്മാവിന്റെ, ഏതൊരു പരമാത്മാവാണോ എന്റെ ഹൃദയത്തില് അന്തര്യാമി രൂപത്തിൽ പ്രകാശിക്കുന്നത്, അത് തന്നെയാണ്. ആ അന്തര്യാമിയുടെ പ്രശാസനത്തിലാണ് ഹേ ഗാർഗി സകല പ്രപഞ്ചങ്ങൾ നിൽക്കണത്തട്ടോ. അതാണ് ഏതോ പരമാത്മാ എവിടെയോ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് സ്വീകരിക്കാം. ഈ പ്രപഞ്ചമൊക്കെ എവിടെ നിൽക്കണ? ഇതിനു മുമ്പ് ചോദിച്ചു. 7ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു, ഭൂമിരാപോ അനലോ വായു ഖം മനഃ ബുദ്ധി ഏവച്ച അഹങ്കാര ഇതീയം മേ ഭിന്നാ പ്രകൃതി അഷ്ടത. ഇന്നലെ പറഞ്ഞതാണ്. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഇങ്ങനെയുള്ള ഈ 8 പ്രകൃതികളും എവിടെ നിൽക്കണമെന്ന് വെച്ചാൽ ജീവഭൂത മഹാബാഹോ ഏതം ധാര്യതേ ജഗത്. അകത്ത് ജീവഭൂതമായ ഏതൊരു അക്ഷരമുണ്ടോ,
ഞാനുണ്ട് എന്നുള്ള അനുഭവ രൂപത്തിലിരിക്കുന്നുണ്ടോ അതിലാണ് പ്രകാശിക്കുന്നത്, അതിലാണ് പ്രപഞ്ചം നിൽക്കുന്നത്. മനസ്സിലാവണില്ലല്ലോ. നചികേതസ് ചോദിച്ചു, മനസ്സിലാവണില്ലല്ലോ എന്ന് ചോദിച്ചു യമനോട്. യമൻ പറഞ്ഞു, നീ ഉറങ്ങുമ്പോഴേ യസ് സുപ്തേഷു ജാഗ്രതി കാമം കാമം പുരുഷോ നിർമ്മിമാണ. നീ ഉറങ്ങുമ്പോ വാതിലൊക്കെ അടച്ച് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കിടന്നു, കണ്ണടച്ച് കിടന്നു, കണ്ണടയൊക്കെ ഊരി വെച്ച് കിടന്നു. അപ്പൊ നല്ല സുഖമായി സ്വപ്നം കാണുകയാണ്. കാമം കാമം പുരുഷോ നിർമ്മിമാണഹം. ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്തൊക്കെയോ ഇവിടെ ആഗ്രഹിച്ചു, പലതും ഒക്കെ ആഗ്രഹിച്ചു. ഇടയ്ക്ക് പ്രധാനമന്ത്രി ആവണമെന്ന് ആഗ്രഹിച്ചു, നടന്നില്ല. ഒരു പഞ്ചായത്ത് പ്രസിഡന്റെങ്കിലും ആവണമെന്ന് വിചാരിച്ചു, നടന്നില്ല. അമേരിക്കയിൽ പോകണമെന്ന് വിചാരിച്ചു, നടന്നില്ല. ഇപ്പൊ സ്വപ്നത്തില് പ്രധാനമന്ത്രിയായി, അമേരിക്കൻ പ്രസിഡന്റായി, ദേവേന്ദ്രനായി, എന്തൊക്കെ വേണോ എല്ലാം സ്വപ്നത്തിലായി. ഇതൊക്കെ കാണുകയാണ്. കാമം കാമം പുരുഷോ നിർമ്മിമാണ. ഇതൊക്കെ ആരാ നിർമ്മിക്കണത്? ഭാഷ്യക്കാരൻ പറയണത്, ചിലതൊക്കെ പരമാത്മാവായ അന്തര്യാമിയായ ഭഗവാൻ നമ്മൾക്ക് ആഗ്രഹമൊക്കെ സ്വപ്നത്തിൽ തീർത്തു തരും എന്നാണ്. പുണ്യങ്ങളൊക്കെ ജാഗ്രതത്തിൽ തീർത്താ എന്താ, സ്വപ്നത്തിൽ തീർത്താ എന്താ? ജാഗ്രതത്തില് പായസം കഴിച്ചാൽ എങ്ങനെ സ്വാദുണ്ടോ അതേപോലെ സ്വപ്നത്തിൽ പായസം കഴിക്കുമ്പോൾ സ്വപ്നത്തിൽ സ്വാദുണ്ട് അല്ലേ? ജാഗ്രതത്തിലും തൊണ്ടയ്ക്ക് കീഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ കഴിഞ്ഞു, സ്വപ്നത്തിലും കഴിഞ്ഞു. ഇത്രയും ഒരു വലിയ വ്യത്യാസമൊന്നുമില്ല. ജാഗ്രതത്തിൽ കഴിച്ചാൽ ഡയബറ്റീസ് വരും, സ്വപ്നത്തിൽ കഴിച്ചാൽ വരില്ല. ഗുണമുണ്ട്. സ്വപ്നത്തിലേ വരുള്ളൂ, ജാഗ്രതത്തിൽ വരില്ല. സ്വപ്നത്തിൽ വരുമോ ആവോ അറിയില്ല, അത് നിയതിയില്ല, നിയമമില്ല. അതുകൊണ്ട് ആ സങ്കല്പാത്മകമായ ഒരു ശക്തി, ഒരു എട്ടുകാലി വലനൂറ്റ് പുറമേക്ക് വിട്ടൊക്കെ ചെയ്യുന്ന പോലെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അതെന്താണത്? തദേവ ശുക്രം തദ് ബ്രഹ്മ തദേവ അമൃതമുച്യതേ. ഗാംഭീര്യം, ശ്രുതിയുടെ ഗാംഭീര്യം. നീ റൂമിന്റെ ഉള്ളിൽ ലൈറ്റ് അടിച്ച് കിടക്കണു, ലൈറ്റ് ഒക്കെ എടുത്ത് കിടക്കുന്നു, നല്ല വെളിച്ചത്തിൽ സ്വപ്നം കാണുന്നു. അതൊരു സാധാരണ ഒരു പ്രക്രിയ അല്ലെ? എന്തും റെഗുലറായിട്ട് നടന്നാൽ നമ്മൾ അതിന്റെ സയൻസ് ഒന്നും ചോദിക്കില്ലല്ലോ. ഇപ്പൊ ടി വി ദിവസം കാണുന്നുണ്ട്. നമ്മൾ ടി വി 50 വർഷം കണ്ടാലും ടി വിയുടെ മെക്കാനിസം നമുക്ക് വല്ലതും അറിയോ? ഒന്നും അറിയില്ല. ആൻഡ് വി ആർ നോട്ട് കൺസേൺഡ് ഓൾസോ. അത് കാണണ്ട. അതുപോലെ സ്വപ്നം കാണുന്നു, അതിലെന്താ ഇപ്പൊ ആശ്ചര്യമുള്ളത്? എടോ ഗാർഗി, നീ സ്വപ്നം കാണുമ്പോ, ഗാർഗി ഒരു സ്ത്രീയാണ്. ജനകമഹാരാജാവിന്റെ സഭയില് യാജ്ഞവൽക്യ മഹർഷിയെ വെല്ലുവിളിക്കുകയാണ് അവൾ. ഒരു സ്ത്രീ ബ്രഹ്മവിദ്യാസഭയിൽ ചർച്ച ചെയ്യാണ്. യാജ്ഞവൽക്യൻ പറഞ്ഞു, ആർക്ക് വേണമെങ്കിൽ ചോദ്യം ചോദിക്കാമെന്ന്. ചിലരൊക്കെ ചോദിച്ചു, എന്തൊക്കെയോ ചോദിച്ചു. ഈ അമ്മയാണ് ഏറ്റവും അധികം ചോദ്യം ചോദിക്കുന്നത്, ഈ സ്ത്രീയാണ്. ഇവൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഹേ യാജ്ഞവൽക്യ, ഞാനിതാ ഒരു ധീരനായ രാജാവ് കയ്യിൽ വില്ലുമേന്തി അമ്പും പിടിച്ച് യുദ്ധത്തിന് പുറപ്പെടുന്ന പോലെ തന്റെ കൂടെ പുറപ്പെട്ടിരിക്കുകയാണ്, റെഡിയായിട്ടിരുന്നോളൂ എന്നാണ്. 2 അമ്പ് ഞാൻ ചോദിക്കുകയാണ്. ഇതാ ചോദിച്ചു. ഈ ചോദ്യത്തിന് യാജ്ഞവൽക്കിന് ഉത്തരം പറയുകയാണെങ്കിൽ നിങ്ങളൊന്നും ചോദിച്ചിട്ടേ കാര്യമില്ല എന്ന് മറ്റുള്ള പണ്ഡിതന്മാരോടൊക്കെ പറയുകയാണ് അവൾ. അത്രയ്ക്ക് ഗാംഭീര്യം അവൾക്ക്. അപ്പൊ അതിനൊരു ചോദ്യമാണ്, എന്തിന്റെ പ്രശാസനത്തിലാണ് പ്രപഞ്ചം നിൽക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോ അക്ഷരസ്യ പ്രശാസനേ, ഏതൊന്നാണോ ഈ ഉറങ്ങുമ്പോ സ്വപ്നം കണ്ടുകൊണ്ട് പലതും കാണിച്ചുകൊണ്ടിരിക്കുന്നത്, തദേവ ബ്രഹ്മ. താൻ അന്വേഷിക്കുന്ന പരമാത്മാവാണ് സ്വപ്നം ഉണ്ടാക്കുന്നത്. താൻ കോൺഷ്യസ് ആയിട്ട് വല്ലതും ചെയ്യണുണ്ടോ അവിടെ സ്വപ്നം ഉണ്ടാക്കാനായിട്ട്? താൻ സ്വപ്നം ഉണ്ടാക്കാനായിട്ട് എന്തെങ്കിലും പ്രയത്നം എടുക്കണുണ്ടോ? തന്റെ വ്യക്തിത്വം അവിടെ എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ? ഇങ്ങനത്തെ സ്വപ്നം കാണണം, ഇന്ന സ്വപ്നം കാണണം, വല്ലത് ആഗ്രഹിക്കുന്നുണ്ടോ? ചിലപ്പോ ദിവ്യ സ്വപ്നങ്ങളൊക്കെ വരുന്നു, ദിവ്യമായ സ്വപ്നങ്ങളൊക്കെ വരുന്നു. ചിലപ്പോ ഭൂതം പ്രേതമൊക്കെ വരുന്നു. ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയില്ല. ഇതൊക്കെ ആരുണ്ടാക്കി? അന്തര്യാമി. അന്തഃപ്രവിശ്യ. അതാണ്
തദേവ ശുക്രം തദ് ബ്രഹ്മ തദേവ അമൃതമുച്യത്തെ. ഏതൊന്നാണോ എട്ടുകാലി വലനൂറ്റിങ്ങനെ പലതും കാണിക്കണ പോലെ ഉള്ളിലിരുന്ന് ഒരു ഇന്ദ്രജാലം കാണിക്കണത്, അത് തന്നെയാണോ കുട്ടി നീ അന്വേഷിക്കുന്ന ഭഗവാൻ, പരമാത്മാ? അടുത്ത് കാണിച്ചത് തദേവ അമൃതമുച്യത്തെ, അത് തന്നെയാണ് മരണമില്ലാത്ത വസ്തു. പോരാ, അതുകൊണ്ട് നിർത്തിയില്ല. ഇങ്ങനെ കണ്ണു തുറന്നു നോക്കി അനന്തമായിട്ട് കാണണ്ടല്ലോ ലോകം, ഇൻഫിനിറ്റ് സ്പേസ്. എത്രയോ പ്രകാശവർഷങ്ങൾ ദൂരമുള്ള ഈ യൂണിവേഴ്സ്, പ്രപഞ്ചം. ഒരു നക്ഷത്രത്തിൽ നിന്നുള്ള വെളിച്ചം ഭൂമിയിൽ വന്ന് എത്താൻ 4 വർഷം വേണം എന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിന് മൈലുകൾ ഒരു സെക്കൻഡിൽ യാത്ര ചെയ്യുന്ന വെളിച്ചത്തിന് ഇവിടെ എത്താൻ 4 മണിക്കൂർ വേണമെന്ന് 4 വർഷം വേണമെന്ന് പറഞ്ഞാൽ എത്ര ദൂരത്തിലിരിക്കും ആ നക്ഷത്രം? അങ്ങനെ അനേക നക്ഷത്രങ്ങളോടുകൂടെ ഉള്ള ഈ വിശ്വമുണ്ടല്ലോ, ആ വിശ്വം മുഴുവൻ കുട്ടി നീ സ്വപ്നം കാണുമ്പോൾ ഉള്ളിലിരുന്ന് ഒരു എട്ടുകാലി പോലെ, ഒരു എട്ടുകാലി ഉണ്ടാക്കണ പോലെ അന്തര്യാമിയായ ഒരാൾ ഉണ്ടാക്കണുണ്ടല്ലോ, അയാളിലാണ് ഇരിക്കണത് എന്ന്. തസ്മിൻ ലോകാഹ ശ്രിതാഹ സർവേ. നീ എത്ര വേണമെങ്കിൽ പുറമേക്ക് യാത്ര ചെയ്തോളൂ, അനന്തമായ വിശ്വത്തിൽ നീ എവിടെ പോയാലും ശരി, ആ സ്ഥലമൊക്കെ തന്നെ നിന്റെ ഉള്ളില് സ്വപ്നം കാണിച്ച ഒരു അന്തര്യാമി ഉണ്ടല്ലോ, ആ അന്തര്യാമിയിലാണ് നിൽക്കണത്. നീ എവിടെ പോയാലും അത്യേതി കശ്ചന, അതിനെ അപ്പുറം കടക്കാൻ പറ്റില്ല എന്നാണ്. നീ വൈകുണ്ഠത്തിൽ പോയിക്കോളൂ, കൈലാസത്തിൽ പോയിക്കോളൂ, ഏത് പ്രപഞ്ചത്തിൽ ഏത് ലോകത്തിൽ പോയിക്കോളൂ, ഈ അക്ഷരത്തിൽ ഇരുന്നു കൊണ്ടാണ് കൈലാസത്തിൽ പോണത്, അക്ഷരത്തിൽ ഇരുന്നു കൊണ്ടാണ് വൈകുണ്ഠത്തിൽ പോണത്. ഈ അക്ഷരത്തിലാണ് കൈലാസം, വൈകുണ്ഠം, അനേക കോടി ബ്രഹ്മാണ്ടങ്ങളും ഒക്കെ പ്രകാശിക്കണത്. അതുകൊണ്ട് അക്ഷരം ബ്രഹ്മപരമം. ഞാനുണ്ട് എന്ന അനുഭവ രൂപത്തിൽ ഏതൊരു ബോധമുണ്ടോ, ചൈതന്യമുണ്ടോ, ഏതിലാണോ ഈ പ്രപഞ്ചത്തിൽ എല്ലാ വസ്തുക്കളും കാണപ്പെടുന്നത്, ചിത്രം പോലെ ആ അധിഷ്ഠാനമുണ്ടല്ലോ, അതിനെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ഹേ അർജുനൻ, അക്ഷരം ബ്രഹ്മപരമം. ശരി, ഈ അക്ഷരം ബ്രഹ്മപരമം എന്ന് പറഞ്ഞു, അതറിയപ്പെടുന്നില്ലല്ലോ. സ്വഭാവോ അധ്യാത്മമുച്യത്തെ. ഇന്നലെ പറഞ്ഞു നമ്മള് അല്ലേ, അഖണ്ഡമായ ബ്രഹ്മം നമുക്ക് അക്ഷരപുരുഷനായി അകമേ അറിയപ്പെടുന്നു. ശരി, അത് കേവല ചൈതന്യം. അതിന് കേവല ചൈതന്യം എന്ന് പറഞ്ഞു നമ്മള്. ഇന്നലെ ഒരു കാര്യം പറഞ്ഞു, ബാല്യം മുതൽക്ക് കൊച്ചുകുട്ടിയായിരിക്കുമ്പോഴുള്ള വയസ്സ്, മധ്യമ വയസ്സ്, വാർദ്ധക്യം ഒക്കെ അറിയപ്പെടുന്നു. ഇന്നലെ ഉദാഹരണവും പറഞ്ഞു. 80 വയസ്സായ ആള് ശതാഭിഷേക സമയത്ത് തന്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ച് ഡിസ്കഷൻ നടത്തി. തന്റെ കുട്ടിക്കാലത്തെ ബാല്യകാല സഖാക്കളെയൊക്കെ വിളിച്ച് പറഞ്ഞു, നമ്മൾ കുട്ടിക്കാലത്ത് എന്തൊക്കെ ചെയ്തു അല്ലേ? ഫുട്ബോള് കളിച്ചു, സ്കൂളിൽ പഠിച്ചത് ഓർമ്മയുണ്ടോ? അപ്പോഴാണ് ഇന്നലെ പറഞ്ഞ ഉദാഹരണം, കാത്യായനിയമ്മയുടെ മാവിലേക്ക് കല്ലെറിഞ്ഞത് ഓർമ്മയുണ്ടോ? കാത്യായനിയമ്മ കയ്യിൽ കോലും കൊണ്ടു വന്നത് ഓർമ്മയുണ്ടോ? തല്ലാൻ വന്നത് ഓർമ്മയുണ്ടോ? ഒക്കെ പറഞ്ഞു. അപ്പോ ഈ കാത്യായനിയമ്മയും മാവും ഒക്കെ ഓർമ്മ എന്ന് പറയണ ഒന്നുണ്ടല്ലോ, അത് എവിടെ നിൽക്കണു? ഒരു കാര്യം നമ്മൾ പറഞ്ഞു, ശരീരം മാറിപ്പോയി, മനസ്സ് മാറിപ്പോയി, ബുദ്ധി മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞു, എല്ലാ കോശങ്ങളും മാറിപ്പോയി. പക്ഷേ ഈ കാത്യായനിയമ്മയുടെ മാവിലേക്ക് കല്ലെറിഞ്ഞ ഈ ഓർമ്മ, കഴിഞ്ഞുപോയ വിഷയത്തിനെ ശേഖരിച്ചു വെക്കുന്ന ഈ ചെറിയ ചില ധാതുക്കൾ, അത് കേവല ചൈതന്യത്തിൽ നിൽക്കണില്ല, ശരീരം മുതലായ ഉപാധിയിൽ നിൽക്കണില്ല. അതിനെ ഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളുണ്ട്, ജീവൻ എന്ന് നമ്മൾ പറയുന്നു. ഇയാളാണ് ഇതിനെയൊക്കെ പെറുക്കി കൂടി കെട്ടിക്കൊണ്ട് സൂട്ട് കേസൊക്കെ പാക്ക് ചെയ്ത് അടുത്ത ജന്മത്തിലേക്ക് പുറപ്പെടുന്നത്. ഇയാൾ ഈ കാത്യായനിയമ്മയുടെ മാവിൽ കല്ലെറിഞ്ഞതും ഫുട്ബോൾ കളിച്ചതും പാട്ട് പഠിച്ചതും ഒക്കെ ഓർമ്മ വെച്ച് അടുത്ത ജന്മത്തിൽ പോകുമ്പോ അതിന്റെ അവ്യക്തമായ ഓർമ്മയോടുകൂടെ ജനിച്ച്
ആ മാവ് കാണുമ്പോ എന്തോ ഒരു സംബന്ധം ഉള്ളതുപോലെ തോന്നും. ഒരു കാരണവും ഇല്ലാതെ ആ തൊടി പോയിട്ട് വാങ്ങിക്കും വില കൊടുത്തിട്ട്. എന്താ, പണ്ട് കല്ലെറിഞ്ഞ് തൊടിയ മാവാണ് അവിടെ ഇരിപ്പുണ്ട്. ഏതോ ഒരു വിധത്തിലൊരു സംബന്ധം ഉണ്ടാവും, ഒരു കണക്ഷൻ ഉണ്ടാവും. ഈ കണക്ഷൻ മനസ്സിലാവുകയില്ല. ഇന്നലെ നമ്മൾ ഉദാഹരണ സഹിതം പറഞ്ഞ കാര്യമാണ്. ഇത് ജീവന്റെ മണ്ഡലാണ്. ഇതിനെയാണ് ഭഗവാൻ സ്വഭാവം എന്ന് പറഞ്ഞത്. ഈ സ്വഭാവം കഴിഞ്ഞ ജന്മത്തിൽ തുടങ്ങി അതിന്റെ ബീജങ്ങളൊക്കെ ഉള്ളിൽ ശേഖരിച്ചു വെച്ചു. കുറെ പാട്ടൊക്കെ പഠിച്ചു കഴിഞ്ഞ ജന്മത്തിൽ. പാട്ട് പഠിച്ചു. അതിന്റെ ബീജമൊക്കെ ഈ പറഞ്ഞ രീതിയില് അന്തര്യാമിയില് ഉള്ളിലുള്ള കോശത്തിൽ ശേഖരിച്ചു വെച്ചു, കേവല ചൈതന്യത്തിലല്ല. എന്നിട്ട് വീണ്ടും ജനിച്ചു കഴിഞ്ഞ് ഒരു ഭാഗവതർ വന്ന് പാട്ട് പഠിപ്പിക്കാൻ തുടങ്ങുമ്പോഴൊക്കെ അങ്ങോട്ട് എടുത്തു വിട്ടു വെളിയിലേക്ക്. വിസർഗ കർമ്മസംജ്ഞിത. ഭാഗവതർ അന്ധം വിട്ടുപോയി. 4 വയസ്സ് കുട്ടി പാടുന്ന പാട്ടാണോ അത്? ഞാനേ 8 വർഷമായി ഒരാളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കണം. ഇനിയും സാപ്പാസ തെറ്റാതെ പാടാൻ അറിയില്ല. അവ സംഗീതത്തിന് കൊല വിളിക്കുകയാണ്. ഈ കുട്ടി നോക്കൂ, 4 വയസ്സായ കുട്ടി പഠിപ്പിക്കുമ്പോഴേക്കും പഠിച്ചു. അത് പഠിപ്പിക്കുമ്പോഴേക്കും പഠിച്ചതല്ല, അത് എവിടുന്നോ കൊണ്ടുവന്ന ബീജത്തിന് വിസർഗ എടുത്ത് വെളിയിൽ വിട്ടു. ആ സ്വഭാവം അവിടെ കിടപ്പുണ്ട്. ബാങ്ക് ഡെപ്പോസിറ്റ് അവിടെ ഉണ്ട്. ആ ബാങ്ക് ഡെപ്പോസിറ്റ് എടുത്ത് പുറത്തു വിട്ടു. ചരുപുരോടാശാദികളെ അഗ്നിയിൽ വിസർജനം ചെയ്യുന്ന വിസർഗമെന്ന് ആചാര്യസ്വാമികൾ സാമ്പ്രദായികമായി വൈദികമായി ഒരു വ്യാഖ്യാനവും പറയണ്ട. അത് നമുക്കിപ്പോ സാധാരണ ആളുകൾക്ക് അതിപ്പോ വേണ്ടല്ലോ. അതുകൊണ്ടിപ്പോ ഞാനിപ്പോ അത് എടുത്ത് പറയണില്ലേ, അത്രയേ ഉള്ളൂ. അതിപ്പോ നമുക്ക് വൈദികമായി അങ്ങനെ ഒരു വ്യാഖ്യാനത്തിന് ആവശ്യം വരുമ്പോ അവിടെ ഉപയോഗിക്കാൻ മതി. വിസർഗ കർമ്മസംജ്ഞിത ഭൂതഭാവ ഉദ്ഭവകര. ഭൂതങ്ങളില് ഭാവത്തിനെ ഉണ്ടാക്കുന്നത്. ഭാവം എന്താണെന്ന് വെച്ചാൽ ഭവിതുഹു ഭവനാനുകൂല വ്യാപാരവിശേഷ എന്നാണ് മീമാംസകന്മാർ പറയണത്. എന്തോ ആയിത്തീരാൻ പോണതൊക്കെ മുൻകൂട്ടി എന്റെ ഉള്ളിൽ ഒരു വേഗ ഐഡിയ വരികയാണ്. ഞാൻ ഇതാവും അതാവും, അതിനനുസരിച്ച് ഒരു പ്രവർത്തനം. ഇതെങ്ങനെ വന്നു? ഇയാള് മുമ്പ് ആവാൻ ശ്രമിച്ചതിന്റെ ഒക്കെ ഫുട് പ്രിന്റ്സ് അവിടെ അടച്ചു വെച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അതിവിടെ വരുമ്പോ വിസർജനം ചെയ്യപ്പെടുകയാണ്. ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിന് ഒരു എക്സ്പ്ലനേഷൻ മാത്രമാണ്, ഒരു വ്യാഖ്യാനം. ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങൾക്കും ഒരു വ്യാഖ്യാനാണ്. അത് എന്തുകൊണ്ട് നടന്നു എന്ന് പറയാൻ വയ്യ. എന്തോ കാണുന്നു, പഴയതുമായി എന്തൊക്കെയോ സംബന്ധപ്പെടുന്നു, എങ്ങനെയൊക്കെയോ പോകുന്നു. ഭൂതഭാവോദ്ഭവകര വിസർഗ കർമ്മസംജ്ഞിത. ഇനി നോക്കൂ അടുത്ത ഇത്. അധിഭൂതം ക്ഷരോഭാവ പുരുഷശ്ചാധിദൈവതം അധിയജ്ഞോഹമേവാത്ര ദേഹേ ദേഹഭൃതാംബര. അധിഭൂതം ക്ഷരോഭാവ. ഹേ ദേഹഭൃതാംബര, അർജുനനെ വിളിക്കുകയാണ്. ശരീരം എടുത്തതിൽ ഏറ്റവും ശ്രേഷ്ഠനായവൻ. എന്താന്ന് വെച്ചാൽ ആരാണോ ഈ ബ്രഹ്മവിദ്യ കേൾക്കാൻ ഉള്ള ഭാഗ്യം സിദ്ധിച്ചത്, അതിനേക്കാളും വലിയ ഭാഗ്യം എന്തുണ്ട്? ശരീരം എടുത്തതിന്റെ പരമപ്രയോജനം തന്നെ ഈ ജ്ഞാനം. അല്പം ആ തീർത്ഥം, സ്വാത്മതീർത്ഥം കുടിക്കലാണ്. ഇദ്ദേഹം വിഴും മുൻ ഭുജിപ്പതർക്ക് ചേരവാറും ജഗത്തീരെ. തായ്മാനവസ്വാമികൾ പറയും. ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ ഇത്രയോ കൊട്ടിവെച്ചിരിക്കണോ? ഒരു കാക്കയ്ക്ക് കുറച്ച് ചോറ് കിട്ടിയാൽ നാട്ടിലുള്ള കാക്കകളെയൊക്കെ വിളിക്കണോ? ഞാൻ വിളിക്കാതെ എങ്ങനെ ഇരിക്കും? അമൃതമല്ലേ, എല്ലാവരും വരൂ എന്നാണ്. കാകം ഉറവ് കലന്ത് ഉണ്ണക്കണ്ടീർ അഖണ്ഡാകാര ശിവഭോഗം എനും പേരിൻപ വെള്ളം പൊങ്കിത്തതുമ്പി പൂരണമായി ഏക ഉരുവായി കിടക്കുത്. അയ്യോ,
ഇനി എടുത്ത ദേഹം വിഴുമ്മിൻ ഭുജിപ്പതർക്ക് ശേരവാറും ജഗത്തീരെ. ലോകത്തിലുള്ള എല്ലാവരും വരും. ദേഹം വിഴുമ്മുൻ, ഈ ശരീരം വീണുപോകും. എപ്പോ പോകുന്നറിയില്ല, ഏത് സമയത്തിൽ വീണുപോകുന്നറിയില്ല. അത് വീണുപോകുന്നതിന് മുമ്പ് ഭുജിപ്പതർക്ക് അനുഭവിക്കാനായിട്ട്. അപ്പൊ ദേഹഭൃതാം വര, നമ്മളൊക്കെ ദേഹഭൃതാൻ വരന്മാരാണ്. എന്നുവെച്ചാൽ ഗീത ചെവിയിൽ പോണ്ടല്ലോ, നമുക്ക് മനസ്സിലാവണില്ലയോ അതൊന്നും നമ്മളുടെ കയ്യിലില്ല. അന്തർയാമിയായി ഭഗവാൻ നോക്കിക്കൊള്ളു. അതും അവിടെ വിട്ടുകൊടുക്കാം. ഹേ ദേഹഭൃതാംബര അധിഭൂതം ക്ഷരോഭാവ. ക്ഷരഹാഭാവ നാശത്തെ പ്രാപിക്കുന്ന ഭാവം. അധിഭൂതമാണ്. അധിഭൂതം എന്ന് വെച്ചാൽ ഭൂതത്തിനെ അധികരിച്ച് ഇരിക്കുന്നത്. പഞ്ചഭൂതാത്മകമായിട്ട് മെറ്റീരിയലിസ്റ്റിക് നമ്മൾ പറയണമല്ലോ. എന്തൊക്കെ വികാരം തന്നെയാണ് ക്ഷരവോഭാവ, നാശം എന്ന് പറയണത്. ഒന്ന് മറ്റൊന്നായിട്ട് മാറിക്കൊണ്ടിരിക്കണത്, അതിനെ അധിഭൂതം എന്ന് പറഞ്ഞു. എന്തൊക്കെ നശിക്കുമോ അതൊക്കെ അധിഭൂതം. പഞ്ചഭൂതാത്മക പ്രപഞ്ചം എന്ന് പറഞ്ഞു. അധിഭൂതം ക്ഷരോഭാവ. പുരുഷശ്ച അധിദൈവതം. പുരുഷൻ എന്നുള്ളതിന് സൂര്യമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്നവനും സ്വാംശഭൂതനായിരിക്കുന്ന സർവദേവകൾക്കും അധിപനുമായിരിക്കുന്ന വിരാട് പുരുഷൻ. നമ്മള് സവിതർ വരേണ്യം എന്ന് പറഞ്ഞ് ഗായത്രി ജപം ചെയ്യുന്നു. സൂര്യാന്തർവർത്തിയായ ഭഗവാൻ, ആ ഭഗവാൻ തന്നെയാണ് അന്തര്യാമിയായി ഹൃദയത്തിലും ഇരിക്കുന്നത്. യശ്ചായം പുരുഷേ യശ്ചാസാവാദിത്യേ സ ഏകഃ. അപ്പൊ സൂര്യമണ്ഡലത്തിൽ അന്തര്യാമിയായിരിക്കുന്ന ഭഗവാൻ എന്ന് പറഞ്ഞു. അധിഭൂതം ക്ഷരോഭാവ. പുരുഷശ്ച അധിദൈവതം. പുരുഷൻ തന്നെ എന്നുവെച്ചാൽ ഭഗവാൻ തന്നെ, പരമാത്മാ തന്നെ അധിദൈവതം. അധിയജ്ഞോ അഹമേവാത്ര ദേഹേ. ഈ ദേഹത്തിനകത്ത് അന്തര്യാമിയായി മധ്യേ വാമനമാസീനം വിശ്വേ ദേവാ ഉപാസത്തെ. ഈ ശരീരത്തിന്റെ മധ്യത്തിൽ ഹൃദയത്തിൽ വാമനമാസീനം. വാമനം എന്ന് വെച്ചാൽ കൊച്ചു രൂപത്തിലിരിക്കണം. അതുകൊണ്ടാണ് വാമനമൂർത്തി വളരെ ഉയരം കുറഞ്ഞ് ചെറുതായിട്ട് വന്നത്. എവിടെ ഇരിക്കണു? ഹൃദയമധ്യത്തില്, ശരീരത്തിന്റെ ഉള്ളില്. അങ്കുഷ്ടമാത്ര പുരുഷ. അവന് വാമനൻ എന്ന് പേര്. ഉയരം കുറഞ്ഞ് മനസ്സിലായത് കൊച്ചു രൂപം, അന്തര്യാമി. ശരി, കൊച്ചു രൂപമല്ലേ? അദ്ദേഹത്തിന് ദാനം കൊടുക്കാം എന്ന് പറഞ്ഞ് ഈ ശരീരവും ഈ മനസ്സും അവസാനം നമ്മളെയും കൂടെ ആ 3 അടി മണ്ണങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ത്രിവിക്രമനായിട്ട് സർവവും വ്യാപിച്ചെടുത്തു. അതറിഞ്ഞുകൊണ്ടാണ് മഹാബലി കൊടുത്തത്. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മഹാബലി കൊടുത്തത്. ആ പേര് വാമനൻ എന്നുള്ളത് അന്തര്യാമിക്കുള്ള പേരാണ്. അധിയജ്ഞ, അതും യജ്ഞ എന്നാണ്. നോക്കൂ, ഭാഗവതത്തിലും യജ്ഞ, വാമനമൂർത്തിയെ യജ്ഞൻ എന്നാണ് പറഞ്ഞത്. യജ്ഞോ വൈ വിഷ്ണു. യജ്ഞം എന്നുള്ളത് ഭഗവാന്റെ പേരാണ്. യജ്ഞം എന്നുള്ള വാക്ക് യജ് എന്നുള്ള ധാതുവിന് സാക്രിഫൈസ് എന്നൊരർത്ഥം. സാക്രിഫൈസ് എന്ന് പറയുന്നത് തന്നെ ഭഗവാനാണെന്നാണ്. ത്യാഗം എന്ന് പറയുന്നത് തന്നെ ഭഗവാനാണ്. മഹാബലിയുടെ യാഗശാലയിൽ യജ്ഞരൂപനായ ഭഗവാനാണ് കൊച്ചു രൂപത്തിൽ പ്രവേശിച്ചത്. പ്രവേശിച്ചിട്ട് കൈനീട്ടി മഹാബലിയുടെ അടുത്ത്, എനിക്ക് 3 അടി മണ്ണ് തരൂ, അത്രമാത്രം മതി. ആ യജ്ഞഭഗവാൻ ഉള്ളിൽ പ്രവേശിച്ചപ്പോ തന്നെ മഹാബലി പറഞ്ഞു, അദ്യ എല്ലാം പൂർണ്ണമായി എന്ന് പറഞ്ഞു. മഹാബലി പറയണ്ട, സ്വാഗതം തേ നമസ്തുഭ്യം ബ്രഹ്മൻ കിം കരവാമതേ. അങ്ങക്ക് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇന്ന് എന്റെ അഗ്നിയൊക്കെ ഹോമമൊക്കെ കഴിഞ്ഞു, യാഗമൊക്കെ പൂർത്തിയായി, യജ്ഞമൊക്കെ പൂർത്തിയായി. അങ്ങക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചോദിച്ചോളൂ, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കാമെന്നു. ശുക്രാചാര്യർ വിളിച്ചു, അടുത്ത് വിളിച്ചു. മഠയൻ വന്നിരിക്കുന്നത് വിഷ്ണുവാണ്, കൊടുക്കരുത് കൊടുക്കരുത്. മഹാബലി പറഞ്ഞു, ഭഗവാനെ, സാക്ഷാത് വിഷ്ണുവാണ് മുമ്പിൽ വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ ഞാൻ എന്തു ഭാഗ്യം ചെയ്തു കൊടുക്കാൻ? ഒക്കെ അദ്ദേഹത്തിന്റെ അല്ലേ, ഞാൻ കൊടുക്കാൻ വല്ലതും ഉണ്ടോ?
അദ്ദേഹം ഓർമ്മിപ്പിക്കാൻ വന്നിരിക്കുകയാണ്, ഇതൊക്കെ എന്റെ ആണ് കേട്ടോ എന്ന്. അത്രയേ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ ഞാനാരാ ഇപ്പൊ കൊടുക്കാൻ? സന്തോഷമായിട്ട് കൊടുത്തു. നമുക്ക് കഥ അറിയാം അല്ലേ? ഭഗവാൻ അങ്ങനെ ത്രിവിക്രമനായി വളർന്നു നിൽക്കുമ്പോ അസുരന്മാരൊക്കെ പറഞ്ഞു വിഷ്ണു നമ്മളെ ചതിച്ചു. ഇപ്പൊ കേരളത്തുകാരിങ്ങനെ പറയണതുകൊണ്ട് ഇപ്പൊ നമ്മൾ ആ കൂട്ടത്തിൽപ്പെട്ടവരാണോവോ എന്നാണ് ഇപ്പൊ സംശയം. വാമനമൂർത്തി ചവിട്ടി താഴ്ത്തി എന്നൊക്കെ പറയുമ്പോ നമ്മൾ ആ കൂട്ടത്തിൽപ്പെട്ടവരായിരിക്കും. നമ്മൾ മഹാബലിയുടെ നാട്ടുകാരാണ് എന്നാണല്ലോ പറയണത്. എന്തായാലും ഓണത്തിന് ആവയില് വെക്കാവൊക്കെ വാമനനെ സ്വീകരിക്കാനാണ്. സാക്ഷാത് ഭഗവാനാണ്. യഃ പ്രഭുഃ സർവഭൂതാനാം സുഖദുഃഖോപപത്തയേ തം ന അതിവർത്തിതും ദൈത്യാഃ പൗരുഷൈഃ ഈശ്വരഃ പുമാൻ. യജ്ഞം എന്ന് വെച്ചാൽ സാക്രിഫൈസ് എന്ന് പറഞ്ഞല്ലോ. ഈ സാക്രിഫൈസിന് തടസ്സം എന്താ? പൗരുഷം, ഈഗോ. അവിടെ പൗരുഷം എന്ന് വെച്ചാൽ സെൽഫ് എഫേർട്ടിന്റെ കാരണമായിട്ടിരിക്കുന്ന അഹങ്കാരം ഉണ്ടല്ലോ. ഈ അഹങ്കാരം വെച്ചുകൊണ്ട് അവന്റെ മുമ്പിൽ ഒന്നും ചെലവാവില്ല എന്നാണ് മഹാബലി പറയാണ് അസുരന്മാരോട്. അസുരന്മാര് പറഞ്ഞു വിഷ്ണു നമ്മളെയൊക്കെ പറ്റിച്ചു എന്ന് പറയുമ്പോ അവൻ തരുമ്പോ നമ്മളൊക്കെ കൈനീട്ടി വാങ്ങിച്ചു, നമ്മൾ സമ്പാദിച്ചതാണെന്ന് വിചാരിച്ചു. അവൻ എടുത്തുകൊണ്ട് പോകുമ്പോ നമ്മളുടെ എടുത്തുകൊണ്ട് പോകണമെന്ന് പറയണു. തന്നത് അവനാണ്, അവൻ തന്നെ എടുത്തോണ്ട് പോകണം. അത്രയേ ഉള്ളൂ. അവൻ തന്ന വസ്തു അവൻ തന്നെ എടുത്തോണ്ട് പോവുകയാണ്. യഃ പ്രഭുഃ സർവഭൂതാനാം സുഖ ദുഃഖ ഉപപത്തയെ. സുഖത്തിനും ദുഃഖത്തിനും ഒക്കെ ഏതൊരു ഭഗവാൻ കാരണമായിട്ടിരിക്കണോ ആ ഭഗവാൻ സുഖം തരുമ്പോ നമ്മൾ വാങ്ങിക്കണോ, അതേപോലെ ദുഃഖം തരുമ്പോ വാങ്ങിക്കാൻ നിവൃത്തിയില്ല എന്നാണ്. എന്റെ പൗരുഷം കൊണ്ട് ദുഃഖത്തിനെ സുഖമായിട്ട് മാറ്റാനൊന്നും ഒക്കില്ലപ്പാ. എന്തൊക്കെയോ വഴികളുണ്ടല്ലോ, മന്ത്രം, ഹോമം, പ്രായശ്ചിത്തം, എന്തൊക്കെയോ. നീ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ. ബലേന സചിവൈഹി ബുദ്ധ്യ ദുർഗൈർ മന്ത്ര ഔഷധാദിഭി സാമാധിവിരുപായേഷ കാലം നാദ്യേതി വൈജന. ഒരു വഴിക്ക് സാധ്യമല്ല. അപ്പൊ എന്താ വേണ്ട? ശരണാഗതി ചെയ്യും. തന്നെ തന്നെ അങ്ങോട്ട് അർപ്പണം ചെയ്യൂ. അർപ്പണം ചെയ്തു മഹാബലി. ഭഗവാൻ രക്ഷിഷ്യേ സർവതോഹം ത്വാം. അപ്പോ യജ്ഞരൂപനായി വന്ന വാമനനുണ്ടല്ലോ അന്തര്യാമിയായ ഭഗവാനാണ്. അന്തര്യാമിയായ ഭഗവാന് അധിയജ്ഞ രൂപത്തിൽ വിഷ്ണു എല്ലാവരുടെ ഹൃദയത്തിലും ഇരിക്കണമെന്നാണ്. ശരി, അധിയജ്ഞനായ വിഷ്ണുവിനെ എങ്ങനെ വെളിയിൽ കൊണ്ടുപോയി? അതിനാണ് യാഗം ചെയ്യണത്. യാഗം ചെയ്യണത് എന്തിനാന്ന് വെച്ചാൽ യജമാനൻ ത്യാഗം ചെയ്യുകയും അവിടെ വരുന്നവരിലൊക്കെ അന്തര്യാമിയായിരിക്കുന്ന വിഷ്ണുവിനെ കണ്ട് ആരാധിക്കുകയും ചെയ്ത് കഴിയുമ്പോൾ വിഷ്ണു പ്രകാശിക്കണം. അധിയജ്ഞനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഈ അധിയജ്ഞൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതം എന്ന് പറയുന്ന ഒരു യജ്ഞത്തിന് അധിപതിയായി നമുക്ക് ഓരോ സ്റ്റെപ്പിലും. ഇപ്പൊ യാഗത്തിന് ഇരുന്നു കൊണ്ട് ഇന്നത് ചെയ്യൂ, ഈ പുരോട ചരു ആഹുതി ചെയ്യൂ, ഇത് ഹോമം ചെയ്യൂ, ഇതിങ്ങനെ ചെയ്യൂ, ഈ പാത്രം എടുത്ത് ഇവിടെ വെക്കൂ, ഈ ദർഭ എടുത്ത് ഇവിടെ വെക്കൂ എന്നൊക്കെ യാഗത്തിന് ഒരു പുരോഹിതൻ പറഞ്ഞു തരുന്ന രീതിയിൽ ഓരോ ക്ഷണത്തിലും പറഞ്ഞു തരാൻ ഒരു അവിജ്ഞാത സഖാവായിട്ട് ഹൃദയത്തിൽ ഒരു യജ്ഞോ യജ്ഞപതി യജ്വാ യജ്ഞാംഗോ യജ്ഞവാഹന യജ്ഞഭൃത് യജ്ഞകൃത് യജ്ഞി യജ്ഞഭുക് യജ്ഞസാധന യജ്ഞാന്തകൃത്. ഗുഹ്യം. അതിന് രഹസ്യം ഹൃദയസ്ഥാനത്തിൽ ഗൂഢമായിട്ടിരിക്കുന്ന യജ്ഞരൂപനായ ഭഗവാന്റെ ഭാഷ മനസ്സിലാക്കാനുള്ള ഒരു കെൽപ്പ് നമുക്ക് വേണം. അതിനാണ് വേദം എന്ന് പറയുന്നത്. വേദം എന്ന് വെച്ചാൽ യജ്ഞരൂപനായ അന്തര്യാമിയായ ഭഗവാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാൻ അറിയണം. അപ്പൊ ഇങ്ങനെ ജീവിതത്തിൽ ആ ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് നടക്കണവന് ഒരിടത്തും പതനമില്ല, ചലനമില്ല. യോഗക്ഷേമം വഹാമ്യഹം. എന്തൊക്കെ ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, എങ്ങനെ വേണം ഒക്കെ ഭഗവാൻ പറഞ്ഞു തരും. അങ്ങനെ പറഞ്ഞ് ജീവിക്കുമ്പോ ജീവിതം തന്നെ ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവിഹി, ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം, ബ്രഹ്മൈവ തേന ഗന്തവ്യം, ബ്രഹ്മകർമ്മ സമാധിന. സകല കർമ്മങ്ങളും യജ്ഞമായിട്ട് തീരും, യാഗമായിട്ട് തീരും, ഭഗവത് അർപ്പണമായിട്ട് തീരും.
അപ്പോ ആ അധിയജ്ഞനെ ഇവിടെ പറഞ്ഞു. അധിയജ്ഞോ അഹമേവാത്ര. അർജുന, ഞാൻ തന്നെയാണ് ഇവിടെ അധിയജ്ഞൻ. എന്റെ ഉള്ളില് ഈ ഒരു നിർവേദം ഉണ്ടാക്കിയത് ഞാനാണ്. ഇവിടെ ഇരുന്ന് ഉത്തരം പറയണത് ഞാനാണ്. ഈ യുദ്ധം മുഴുവൻ നടത്തിക്കണത് ഞാനാണ്. എല്ലാവരുടെ ഉള്ളിലും അധിയജ്ഞ രൂപത്തിൽ ഞാനുണ്ട് അർജുന. അധിയജ്ഞോ അഹമേവ അത്ര. ഈ യുദ്ധഭൂമിയിലും ഞാൻ തന്നെ നിക്കണത്. ദേഹേ ദേഹഭൃതാം വര. എല്ലാവരുടെ ദേഹത്തിന്റെ ഉള്ളിലും പല രീതിയിലും ഭക്ഷിക്കുന്ന ഭക്ഷണം ഡൈജസ്റ്റ് ചെയ്യുന്നത് മുതൽക്ക്, രക്തചംക്രമണം ചെയ്യുന്ന കാര്യം മുതൽക്ക്, കണ്ണിലൂടെ കാണുക, ചെവിയിലൂടെ കേൾക്കുക, മൂക്കിലൂടെ മണക്കുക, നാവിലൂടെ, ഇതൊക്കെ ഇപ്പൊ നമ്മളാണോ ചെയ്യണത്? ഇത്തിരി നമുക്ക് ഉത്തമാംഗത്തില് പ്രവൃത്തി ഉണ്ടെങ്കിൽ, അവിടെ ഇത്തിരി മെഷീനൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ച് ആശ്ചര്യപ്പെടാം. എങ്ങനെയാ അതൊക്കെ നടക്കണത് അല്ലേ? കണ്ണുകൊണ്ട് നോക്കിയാൽ കാണണോ? ചെവി കൊണ്ട് കേൾക്കണോ? ഈ ചെവി കൊണ്ട് കണ്ടുകൂടെയോ? അല്ലെങ്കിൽ കണ്ണുകൊണ്ട് കേട്ടുകൂടെയോ? മൂക്കുകൊണ്ട് വർത്തമാനം പറഞ്ഞുകൂടെയോ? അതൊക്കെ അതാത് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കണം. ഇതിന്റെ സയൻസൊക്കെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയണോ? കാര്യം ശരി. ഇത് എങ്ങനെ ഉണ്ടായി? ഇത് എങ്ങനെ അങ്ങനെ ആയി? ഒരു ചെറിയൊരു ബീജല്ലേ, ഒരു പുഴു പോലെ ഒരു സാധനമൊക്കെ വളർന്ന് കയ്യ്, കാല്, തല, മൂക്ക്, ലിവർ, കിഡ്നി, എന്തൊക്കെയോ പറയണു. നമ്മളാരും കണ്ടിട്ടില്ല അല്ലേ? ഉള്ളിൽ കിടപ്പുണ്ട്, അതൊക്കെ പ്രവർത്തിക്കണം. ചിലപ്പോ കഴിച്ചത് ശരിയില്ലെങ്കിൽ ബുളുബുളു ബുളുബുളു ബുളുബുളും ശബ്ദം കേൾക്കണുണ്ട്. അതൊക്കെ പ്രാണാപാന സമായുക്ത പചാമി എന്നാണ്. ഉള്ളിൽ നിരന്തരം ഒരു പ്രവൃത്തി നടക്കണം. ഇതൊക്കെ തന്നെ ആ ചൈതന്യം ഉള്ളപ്പോ ജീവനോടെ ഇരിക്കുമ്പോൾ നടക്കണം. അതുകൊണ്ടാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് മെഡിക്കൽ സയൻസിൽ അവർ കണ്ടുപിടിച്ച ഒരു കാര്യം, ഇത്രയും കാലം ശവത്തിനെയാണ് മുഖ്യമായിട്ട് പഠിക്കാൻ ഉപയോഗിച്ചിരുന്നത്. ഇപ്പൊ അവർക്ക് മനസ്സിലായി ഈ ശവത്തിനെ വെച്ചുകൊണ്ട് ജീവനുള്ള ശരീരത്തിനെ പഠിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് നമ്മൾ ആസ്പത്രി പോയി എളുപ്പത്ത് വിടാത്തത്. വെച്ചുകൊണ്ട് പഠിക്കണമല്ലോ, പഠിക്കാൻ എളുപ്പമാണ്. അപ്പോഴേ എന്താന്ന് വെച്ചാൽ ജീവൻ ഉള്ളപ്പോഴാണ് അതൊക്കെ തുറന്നു കാണിച്ച്, ജീവനുള്ളപ്പോൾ അതെങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ളത് അത് പോയിട്ട് പ്രവർത്തിക്കണം കണ്ടാൽ മനസ്സിലാവില്ല. ആരാ അതൊക്കെ പ്രവർത്തിക്കണോ? അയാളെ കണ്ടിട്ടുണ്ടോ? ഇല്ല. വളരെ ആശ്ചര്യം അല്ലേ? ഒരാൾ മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ മരിച്ചുപോയി എന്ന് പറഞ്ഞ ആളിലെ ഇതാ കിടക്കണത്. ഇല്ലല്ലോ, ആള് പോയല്ലോ. അയാളെ നീ കണ്ടിട്ടുണ്ടോ? നീ ആരോ പോയി എന്ന് കണ്ടിട്ടുണ്ടോ? ഇല്ല. അയാൾ വിശ്വസിക്കണ പോലും ഇല്ല നീ. പിന്നെ മരിച്ചുപോയി വാട്ട് ഡു യു മീൻ? ഞങ്ങള് പറയണു ആത്മാ ബ്രഹ്മം ഒന്നുമില്ല എന്ന് പറഞ്ഞു. ശരി, പിന്നെ മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ നീ ഈ വിളിച്ചിരുന്ന പാർട്ടി മറിഞ്ഞു പോണ്ടതല്ലേ? അവിടെ കിടക്കണ്ട്. അപ്പൊ നീ ആളെ വിളിച്ചിരുന്ന ആൾ അവിടെ തന്നെ ഉണ്ട്. ശരി, പിന്നെ ഉള്ളിലുള്ളത് നീ വിശ്വസിക്കണില്ലല്ലോ. അന്തര്യാമിയായിട്ട് ഉള്ളിലിരിക്കണ ആ ചൈതന്യം ഉണ്ടല്ലോ, അതുള്ളപ്പോ എല്ലാ പ്രവർത്തികളും ദേഹേ ദേഹഭൃതം, ദേഹാധിഷ്ഠിതനായിട്ട് ദേഹത്തിലുള്ള സകല ഫങ്ഷൻസും യസ്യ സന്നിധി മാത്രേണ ദേഹേന്ദ്രിയ മനോധ്യ വിഷയേഷു സ്വകീയേഷു വർത്തന്തേ പ്രേരിതാ ഇവ എന്നാണ്. യസ്യ സന്നിധി മാത്രേണ്, ആരുടെ ഒരു സാന്നിധ്യം മാത്രം കൊണ്ട് ഇന്ദ്രിയങ്ങളും ബുദ്ധിയും മനസ്സും ശരീരവും ഒക്കെ അതാത് വിഷയങ്ങളിൽ ചേഷ്ടിക്കുന്നുവോ, പറഞ്ഞയച്ചിട്ടെന്ന പോലെ ചേഷ്ടിക്കണമോ, ഇത് തന്നെയാണ് കുട്ടി നീ ചോദിക്കണം. അത് അധിയജ്ഞോ അഹമേവാത്ര ദേഹേ ദേഹഭൃതാംബര. ഇത്രയും പറഞ്ഞിട്ട് ഭഗവാൻ പറഞ്ഞു, മരണസമയത്ത് അധിയജ്ഞനായ എന്നെ സ്മരിച്ചുകൊണ്ട് വേണം ശരീരം വിടാൻ.
അതായത് ശരീരത്തിൽ ദേഹേന്ദ്രിയ പ്രാണ മനോധിയാമ്യോ ജന്മാപ്യയക്ഷുത് ഭയതർഷ കൃച്ഛ്രൈഹി സംസാരധർമ്മൈഹി അവിമുഹ്യമാന. അതായത് ആ അധിയജ്ഞനല്ലാതെ എന്തൊക്കെ ഉണ്ടോ, ഓർഗാനിക് ഫങ്ഷൻസ്, മെന്റൽ ഫങ്ഷൻസ്, ഇന്റലക്ച്വൽ ഫങ്ഷൻസ്, ഒന്നും കലക്കാത്ത ശുദ്ധ ചൈതന്യമാത്രമായ സ്മരണത്തോടുകൂടെ ശരീരം വിടണം എന്നാണ് ഭഗവാൻ പറയണത്. ഇനി അത് സാധിച്ചില്ലേ, പുരുഷോത്തമനായി, പുരുഷനായി, പരമേശ്വരനായി, കാരുണ്യരൂപനായി എന്നെ സ്മരിച്ചു കൊണ്ടുവിടും. നോക്കൂ അടുത്ത ശ്ലോകം. ഇനി അതൊക്കെ എങ്ങനെയെന്നൊക്കെ ഭഗവാൻ ഈ പറയാൻ പോണം. മരിക്കുമ്പോ ഇപ്പോ ആർട്ട് ഓഫ് ലിവിങ് കുറെ പേരുണ്ട് ഇവിടെ. ഇതിപ്പോ ആർട്ട് ഓഫ് ഡൈയിങ് ആണ്. ആർട്ട് ഓഫ് ലിവിങ് നമുക്ക് പ്രധാനമായിട്ട് ഇരിക്കുമ്പോ പോലെ ഇതിപ്പോ ആർട്ട് ഓഫ് ഡൈയിങ് ആണ്. ഭഗവാൻ പറഞ്ഞു തരികയാണ് എങ്ങനെ ഗംഭീരമായിട്ട് മരിക്കണമെന്ന്. ഭാഗവതത്തിൽ പരീക്ഷിത്ത് മരിച്ച പോലെ. രണ്ടും നമ്മളുടെ കയ്യിലില്ല. ആർട്ട് ഓഫ് ലിവിങ്ങും നമ്മളുടെ കയ്യിലില്ല, ആർട്ട് ഓഫ് ഡൈയിങ്ങും നമ്മളുടെ കയ്യിലില്ല. നമ്മൾ വെറുതെ വിചാരിക്കുകയാണ് നമ്മളുടെ കയ്യിലുണ്ടെന്ന്. ലിവിങ് നമ്മളൊന്നുമല്ല ലിവിങ് ചെയ്യണത്. ഹി ലിവ്സ് ത്രൂ യു. യോ അന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയതി ഏന രൂപം രസം ഗന്ധം ശബ്ദാൻ സ്പർശാൻ സമയത്വം. അഭിമാനമില്ലാതെ അവനാണ് ഇതിനകത്ത് ഇരിക്കണതെന്ന് അറിഞ്ഞാൽ കൊണ്ടുപോവാം വണ്ടി. അതേപോലെ അന്ധകാലേ, അന്ധകാലത്തിൽ എങ്ങനെ മരണം വരുമ്പോ ഭഗവാനെ ഞാൻ എല്ലാവരുടെ മുമ്പിലുള്ള ഒരു പ്രശ്നമാണ്. അനായാസേന മരണം വിനാ ദൈന്യേന ജീവിതം എന്നൊക്കെ പറഞ്ഞ് നമസ്കരിക്കും ഒരുമാതിരി വയസ്സാവുമ്പോ. ആശ്ചര്യം എന്താ അറിയോ, വയസ്സാവും തോറും ശരിക്കും നല്ല ദാഹമുള്ള ആള് വെള്ളത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന പോലെ അന്തര്യാമിയായ ജീവൻ മരണത്തിന് വേണ്ടി ആഗ്രഹിക്കും. എന്നുവെച്ചാൽ ശരീരമില്ലായ്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കും. ഒരു ഭയം ഉണ്ടാവില്ല. ആലോചിക്കുമ്പോഴേ ഭയമുള്ളൂ, മനസ്സുകൊണ്ട് ആലോചിക്കുമ്പോഴേ ഭയമുള്ളൂ. നാച്ചുറലായിട്ട് പോയാൽ ആ അന്ധകാലത്തില് മരണത്തിനെ ഒരു സുഹൃത്ത് പോലെ അങ്ങോട്ട് സ്വീകരിക്കും. അതും ഒരു ഭഗവാന്റെ സ്വരൂപമാണ് മൃത്യു. അമൃതം ചെയ്വ മൃത്യുശ്ച എന്ന് ഭഗവാൻ പറഞ്ഞു. ഞാൻ അമൃതത്വം മാത്രമല്ല ഭഗവാൻ മൃത്യു എന്താ? ശരീരമില്ലായ്മ, മനസ്സില്ലായ്മ, ബുദ്ധിയില്ലായ്മ, അഹങ്കാരമില്ലായ്മ അല്ലേ? അതൊക്കെ അങ്ങോട്ട്, ഞാനല്ലാത്തതൊക്കെ അങ്ങോട്ട് അഴിച്ചു മാറ്റുകയാണ്. ആ ഒരു സുഖത്തിന് വേണ്ടി. ഉറങ്ങാൻ എത്ര ആഗ്രഹിക്കണം നമ്മളെ അല്ലേ? ഇത് തന്നെ ഊഹിക്കാം. ഉറങ്ങാൻ വരുമ്പോ അപ്പാ ബെഡൊക്കെ വിരിച്ചു കിടന്നു, പുതച്ച് കിടന്നു, ഉറക്കം വരുമ്പോ ഒരു സുഖം. അതേപോലെ ഒരു വലിയ ഉറക്കം അതിനുവേണ്ടി ആഗ്രഹിക്കും. ആ സമയത്ത് എന്ത് ചെയ്യണം? അന്ധകാലയും ഭാഗവതം തുടങ്ങുമ്പോഴേ പറഞ്ഞു അന്തേ നാരായണ സ്മൃതി. അടുത്ത അധ്യായ ശ്ലോകം നോക്കും. അന്തകാലേ ച മാമേവ സ്മരൻ മുക്ത്വാ കളേവരം യഃ പ്രയാതി സമദ്ഭാവം യാതി നാസ്ത്യത്ര സംശയഃ. അന്തകാലേ മാമേവ പരമേശ്വരം ഏവ സ്മരൻ കളേബരം മുക്ത്വാ യഃ പ്രയാതി സഹ മദ്ഭാവം വൈഷ്ണവം യാതി. അന്തകാലേ ച മാമേവ സ്മരൻ മുക്ത്വാ കളേബരം. അന്തകാലത്തില് എപ്പോ വരുവാവോ? ഓരോ ക്ഷണം അന്തകാലാവാം. അന്തകാലത്തില് ഭഗവത് സ്മരണ ഉണ്ടാവുക എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമാണ്. വേറെ എന്തെങ്കിലുമൊക്കെ സ്മരിച്ചിട്ട് പോവും. ഈസി ആയിട്ട് വരുമോ? ഉറങ്ങുമ്പോൾ നോക്ക്, സ്വപ്നം എന്താ കാണുന്നത്? അത് തന്നെ നമുക്ക് ഊഹിക്കാം. നമ്മൾ പകൽ എന്തൊക്കെ ചെയ്യണ്ടോ അതൊക്കെ സ്വപ്നത്തിലും വരും. അതെന്നെ സ്വപ്നത്തിലും വന്നുകൊണ്ടേയിരിക്കും. കെട്ടായിട്ട് എണ്ണുന്നതായിട്ടും എണ്ണുന്നതായിട്ടും അക്കൗണ്ട് ബുക്ക് നോക്കുന്നതായിട്ടും വലിയ ജോലി കിട്ടിയതായിട്ടും
സ്വപ്നം കണ്ടുകൊണ്ടിരിക്കും. എന്താ പകൽ മുഴുവൻ ചെയ്യണത്? അതാണ്. ഭഗവത് ധ്യാനം പകൽ മുഴുവൻ ചെയ്തു, രാത്രി സ്വപ്നത്തിലും ഭഗവത് ധ്യാനം വരും. ഞാൻ കുറെ സാധനം ചെയ്യണു, എന്നാലും സ്വപ്നത്തിൽ വരണല്ലോ. സമയമാവും. എന്താ വെച്ചാൽ മുമ്പ് കുറെ വേറെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടല്ലോ, അതൊക്കെ ഇപ്പൊ സ്വപ്നത്തിൽ വരുന്നുണ്ടാവും. ആ പഴക്കാണ്, മനസ്സിനെ പിടിച്ചിട്ടില്ല ഇനിയും. അതുകൊണ്ട് പഴയ കാര്യങ്ങളൊക്കെ പിന്നെയും വന്നുകൊണ്ടിരിക്കും. ജാഗ്രതത്തില് പൂജയും ജപമൊക്കെ ചെയ്താലും സ്വപ്നത്തില് പണ്ട് ഓഫീസിലുണ്ടായിരുന്ന കാര്യങ്ങളോ ഓഫീസർ അയാളുടെ അടുത്ത് ശണ്ട കൂടിയ കാര്യങ്ങള് ഒക്കെ വരും. അതേപോലെ അന്തകാലത്തിലും നമ്മളുടെ മനസ്സിൽ പ്രബലമായിരിക്കുന്ന വാസനകളൊക്കെ കൂടെ തള്ളി പുറപ്പെട്ട് മുമ്പിൽ വന്ന് നിൽക്കും. നമ്മളുടെ വശത്തിലേ ഉണ്ടാവില്ല. ജീവിതം മുഴുവൻ അഭ്യസിച്ചിട്ടുണ്ടെങ്കിലേ അവസാന കാലത്ത് ഭഗവത് സ്മരണ വരുള്ളൂ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വഴി ഒപ്പിക്കണം. ഭഗവാന്റെ അടുത്ത് ഒരു മുൻകൂട്ടി ഒരു ജാമ്യം വാങ്ങിക്കണം. ഞാൻ മറന്നുപോയാലും എന്നെ വിട്ടുകളയരുത്, എന്റെ മുമ്പിൽ വന്ന് നിൽക്കണം എന്ന് പറയണം. ഭീഷ്മരുടെ മുമ്പിൽ കൃഷ്ണൻ വന്ന് നിൽക്കുമ്പോ ഭീഷ്മർ പറയണം, അവിടെ നിൽക്ക്. സദേവദേവോ ഭഗവാൻ പ്രതീക്ഷതം കളേവരം യാവതിദം ഹിനോമ്യഹം പ്രസന്നഹാസാരുണലോചനോല്ലസത് മുഖാംബുജോ ധ്യാനപഥശ്ചതുർഭുജ. വെളിയിൽ നിന്നാ പോരാ, എന്റെ ധ്യാനപഥത്തിൽ വന്ന് നിൽക്കണം എന്നാണ്. വെളിയിൽ നിന്നാലും ഞാൻ കണ്ണടച്ച് മറന്നുപോകും. അതുകൊണ്ട് എന്റെ ധ്യാനപഥത്തിൽ വന്ന് നിൽക്കൂ ഭഗവാനെ. ഇതാ ചിലപ്പോ ആദ്യമേ ഇത് ചോദിച്ചു വയ്ക്കും. ഇന്നലെ പറഞ്ഞ പോലെ അപ്പൊ ചോദിക്കുമോന്നറിയില്ല. അപ്പോതയ്ക്ക് ഇപ്പോതേ ചൊല്ലി വൈത്തേൻ അന്തകാലേച്ച മാമേവ സ്മരൻ. എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് ഭഗവാനെ തന്നെ, ഭഗവാനെ മാമേവ എന്ന് വെച്ചാൽ ഏത് രൂപത്തിൽ വേണമെങ്കിൽ ആയിക്കോട്ടെ. ഭഗവാനെ സ്വരൂപമായിട്ടോ രൂപമില്ലാതെയോ നിർഗുണമായ വസ്തുവായിട്ടോ ആത്മാവായിട്ടോ നമ്മൾ ഏത് മണ്ഡലത്തിൽ നിന്നാലും ഈ ഭൂമിയിലേക്ക് തിരിച്ച് ജന്മം വരില്ല. ഭഗവാൻ പറഞ്ഞു, ദേവനായിട്ട് സ്മരിച്ചാൽ ദേവലോകത്തിൽ പോവും, വിഷ്ണുവായിട്ട് സ്മരിച്ചാൽ വൈകുണ്ഠത്തിൽ പോവും, ശിവനായിട്ട് സ്മരിച്ചാൽ കൈലാസത്തിൽ പോവും. ജ്ഞാനത്തിന് അധികാരി അല്ലെങ്കിൽ ആ മണ്ഡലങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോയാലും ബെറ്റർ ആണെന്നാണ്. കഥാവ കൈലാസേ കനകമണി സൗധേ സഹഗണൈഹി വസൻ ശംഭോരഗ്രേ സ്ഫുടഘടിത മൂർധാഞ്ജലിപുട അയേ സാംബസ്വാമിൻ പരമശിവ പാഹീതി നിഗതൻ വിധാതൃണാം കൽപ്പാൻ നിമിഷമിവ നേഷ്യാമി സുഖദാം. ശിവാനന്ദ ലഹരിയിൽ ആചാര്യസ്വാമിയുടെ ഒരു ശ്ലോകമാണ്. ഒരു ഭക്തന്റെ ആഗ്രഹത്തിനെ ആചാര്യസ്വാമികൾ പറയാണ്, ഞാൻ എപ്പോ കൈലാസത്തിൽ പോയി പരമേശ്വരന്റെ മുമ്പിൽ ഇരിക്കും. കഥാവാ കൈലാസേ കനകമണി സൗധേ സഹഗണൈഹി വസൻ. ഭൂതഗണങ്ങളുടെ ഒക്കെ നടുവിലിരുന്നുകൊണ്ട് ശംഭോരഗ്രേ ശിവന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് സ്ഫുടഘടിത മൂർധാഞ്ജലി പുട തലയിൽ രണ്ട് കൈയും കൂപ്പിക്കൊണ്ട് അയേ സാംബസ്വാമിനും പരമശിവ പാഹീതി നിഗതൻ വിധാതൃണം. ബ്രഹ്മാവിന്റെ കൽപ്പങ്ങൾ എത്രയോ കൽപ്പങ്ങൾ അറിയാതെ അവിടെ ശിവഭജനം ചെയ്തുകൊണ്ട് ഇരുന്നോളാം. എന്തെങ്കിലും സാത്വികമായി ഭക്തിയുടെ സംസ്കാരം, ഭഗവൻ നാമജപത്തിന്റെ സംസ്കാരം, സാധനയുടെ സംസ്കാരമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മുൻതൂക്കി വന്ന് വീണ്ടും ഈ ഭൂമിയിൽ വന്ന് ജനിച്ചാലും യോഗിനാമേവ കുലേ ഭവതി ധീമതാം, അങ്ങനെയെങ്കിലും ഒക്കെ ശമ്പളവും ഒപ്പിച്ചു വെക്കണം. മനസ്സിൽ ക്ഷുദ്രമായ വിഷയങ്ങൾ വരാതെ നോക്കിക്കൊള്ളണം. അതാണ് ആദ്യത്തെ ബേസിക് സ്റ്റെപ്പ്. എന്റെ അമ്മായിയമ്മയെ ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മരിച്ച മരുമകൾ പറഞ്ഞാലേ കേൾക്കണില്ല. ഇങ്ങനെ ഒരു മകൻ ഉണ്ടായല്ലോ എനിക്ക്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് ചത്തുപോകുന്നു പാവം ശിവശിവ. ഒരാൾ മരിച്ചു പോകുമ്പോ നാരായണാന്ന് പറയൂ എന്ന് പറഞ്ഞു അത്ര ഭാര്യ.
അടുത്ത വീട്ടിലൊരു പയ്യനെ കൂട്ടിക്കൊണ്ടുവന്നു. അയാളുടെ പേര് നാരായണൻ പേര്. പിന്നെ ആരാന്നും പറയൂ? അപ്പുക്കുട്ടന്റെ മകൻ. ആ ശബ്ദം വരട്ടെ, നാരം എന്ന് വന്നാലും മതി എന്നാണ്. ഒരു വാഴനാരെടുത്ത് കാണിച്ചു അത്ര. ഇതെന്താ വെച്ചോട്ടെ, കയറ് എന്ന് പറഞ്ഞിട്ട് കഴിച്ചു. എന്താ? ഹതഭാഗ്യാഃ മന്ദാഃ സുമന്ദമതയഃ മന്ദഭാഗ്യാഃ ഉപദ്രുതാഃ. എന്തൊക്കെയോ പറഞ്ഞു. എന്തിനെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ട് മരിക്കും എന്നാണ്. അതുകൊണ്ട് മാമേവ സ്മരൻ മുക്ത, ഭഗവാനെ ഏതെങ്കിലും രൂപത്തിൽ സ്മരിച്ചാൽ മതി, ഏത് ഭാവത്തിൽ സ്മരിച്ചാൽ മതി. മരണത്തിന് പ്രിപ്പറേഷൻ ചെയ്യാണ് ജീവിതം മുഴുവനുമായി. ഇവിടെ അനുസ്യൂതം. അതെങ്ങനെ സ്മരിച്ചാൽ ഭഗവത് സ്മരണ ഉണ്ടാവും ഇനി പറയാൻ പോകണം ഭഗവാൻ. അന്ധകാലത്തിൽ ഭഗവത് സ്മരണ ഉണ്ടാവണം എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടായാൽ അയാള് ഏത് ഭാവത്തിൽ സ്മരിക്കുന്നുവോ ആ ഭാവത്തിൽ എന്നെ പ്രാപിക്കും. എങ്ങനെ പ്രാപിക്കും? ഒരു തൃണജലൂക പോലെ എന്നാണ്. തൃണജലൂക എന്ന് വെച്ചാൽ പുല്ലട്ട. ഈ പുല്ലട്ട ഒരു പുല്ല് പിടിച്ചിട്ടാണ് മറ്റേ പുല്ല് വിടുക. അതേപോലെ ഈ പ്രാണൻ അവസാന ശരീരം വിട്ടു പോകുന്നതിന് മുമ്പ് തനിക്ക് ഉണ്ടാക്കേണ്ട ശരീരത്തിന്റെ ഒരു വിഭാവന ഉള്ളിൽ ചെയ്യും. എന്നിട്ടാണ് അതിനെ ഉണ്ടാക്കി പ്രവേശിക്കണത്. വലിയ മിസ്റ്ററിയാണ്. സാമ്പരായം എന്നാണ് ഉപനിഷത്ത് തന്നെ പറയണത്. കൊച്ചുകുട്ടികളുടെ അടുത്ത് പോയി ഇതൊന്നും വിളമ്പിയിട്ട് കാര്യമില്ല എന്നാണ്. സാമ്പരായ പ്രതിഭാതി ബാലം പ്രമാദ്യന്തം വിത്തമോഹേന മൂഢം അയം ലോകോ നാസ്തി പരയിതിമാനി പുനഃ പുനഃ വശമാപദ്യത്തെ മേ. ഈ ലോകം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല എന്ന് പറയണം. മൂഢന്റെ അടുത്ത് പോയി ഇതൊന്നും പറയണ്ടെന്നാണ്. വിത്തമോഹേന മൂഢം എന്നാണ്. അയാളിവിടെ ഈ എത്ര പണം കിട്ടും, എത്ര കാശ് കിട്ടും, ഇത് തന്നെ വിചാരിച്ചോണ്ടിരിക്കുന്നു. മഹാമഠൻ പ്രമാദ്യന്തം. അവന്റെ ഉള്ളിൽ എത്ര വലിയ സാധനവും വിറ്റ് കാശാക്കാനുള്ള കളവ് മാത്രമേ അയാളുടെ ഉള്ളിലുള്ളൂ. ഭഗവാൻ ഇവിടെ ഭഗവാൻ അല്ലേ? പത്മനാഭസ്വാമി ഇപ്പൊ ചർച്ചാ വിഷയമാവാൻ കാരണം എന്താ? എല്ലാവർക്കും ആ പണം വന്നപ്പോ എല്ലാവരുടെ വായും തുറന്നു. അതാണ് മുഖ്യമേ. അല്ലെങ്കിൽ അനന്തപത്മനാഭനൊന്നും മുഖ്യമല്ല. കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ് ഇനി ആരും ബാക്കിയുണ്ട് പറയാൻ? ഭഗവാൻ ചുമ്മാ ഒന്ന് കളിച്ചതാണ്. തിരുവനന്തപുരത്ത് ഗീതായജ്ഞം പറയുമ്പോ പറഞ്ഞു, സൗന്ദര്യോത്തരതോപി സുന്ദരതരം. എല്ലാ സൗന്ദര്യത്തിനേക്കാളും സൗന്ദര്യം, എല്ലാ സമൃദ്ധിയെക്കാളും സമൃദ്ധി, എല്ലാ ശക്തിയെക്കാളും ശക്തി നമ്മൾ പറഞ്ഞല്ലോ. ആ പത്മനാഭസ്വാമി കോവിലിന് ചുറ്റും ഒക്കെ കല്യാൺ ജ്വല്ലറി, ആലൂക്കാസ് ജ്വല്ലറി, ആലൂക്ക എന്തൊക്കെയോ ജ്വല്ലറിയാണേ, വലിയ വലിയ ജ്വല്ലറിയാണ്. അപ്പൊ പത്മനാഭസ്വാമിക്ക് തോന്നി എന്റെ ജ്വല്ലറി ഒന്ന് കണ്ടോളുമെന്ന് തുറന്നു കാണിച്ചതാണ്. ആക്കിയൊക്കെ ചോക്കി പോയിട്ടാണ്. അവരൊക്കെ അവരവരുടെ പെരുമ കാണിച്ചപ്പോ ഭഗവാൻ ഒന്ന് തുറന്നു കാണിച്ചതാണ്. സൗന്ദര്യോത്തരതോപി സുന്ദരതരം തോത്തു. ആ ജ്വല്ലറി ഒന്നും ആരും കാണുന്നില്ല, ഒന്ന് ശ്രദ്ധിക്കുന്നില്ല. എന്നല്ല ജ്വല്ലറി നോക്കിയാ പോരാ, അതിനേക്കാളും വലിയൊരു ജ്വൽ അവിടെ ഉണ്ടല്ലോ അല്ലേ? അപ്പൊ ഭഗവാനെ സ്മരിക്കുന്നതിന് പകരം ഈ നശിച്ചു പോകുന്ന വസ്തുക്കളെയൊക്കെ സ്മരിച്ച് അതിനെയൊക്കെ ജീവിതത്തിൽ ചിന്തിച്ച്, ഇതൊക്കെ വ്യവഹാരയോഗ്യമായ സാധനങ്ങളാണ്. നിത്യവസ്തുവിനെ സദാ സ്മരിക്കണം, ദ്രവ്യങ്ങളെയൊക്കെ വ്യവഹരിക്കണം. നമ്മൾ എന്ത് ചെയ്യണു? ഈ ദ്രവ്യങ്ങളെയൊക്കെ സദാ സ്മരിച്ചിട്ട് നിത്യവസ്തുവായ ഭഗവാന് പൂജയൊക്കെ ചെയ്യണു, വ്യവഹാരമൊക്കെ ചെയ്യണു. ഭഗവാൻ സ്മരണയോഗ്യനാണ്, ആശ്രയയോഗ്യനാണ്.
നിത്യവസ്തുവിനെ ആശ്രയിക്കണം, അനിത്യദ്രവ്യങ്ങളെ വ്യവഹരിക്കണം. നമ്മൾ അനിത്യദ്രവ്യങ്ങളെയൊക്കെ ആശ്രയിച്ചിട്ട് നിത്യവസ്തുവായ ഭഗവാനെ വ്യവഹാരത്തിന് കൊണ്ടുവരാൻ നോക്കുകയാണ്. അപ്പൊ എന്താ, എന്തിനെ ആശ്രയിച്ചോ അത് നമ്മളുടെ ഓർമ്മയിൽ നിൽക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങൾ എന്തിനെ ആശ്രയിക്കുന്നോ അതിന്റെ ഒരു ഓർമ്മ അടിത്തട്ടായിട്ട് ഉള്ളിൽ നിന്നുകൊണ്ടേയിരിക്കും. എന്തൊക്കെ ഗീത കേട്ടാലും പോകുമ്പോ എന്താ അതുണ്ടോ നോക്കിയതാണ്. ഇനി പോണമല്ലോ, ആശ്രയം. അതാണ് ആശ്രയം. പാക്കറ്റിലുണ്ട് സമാധാനം, ബാങ്കിലുണ്ട് സമാധാനമായി, പലിശയൊക്കെ എത്രയുണ്ട്, നല്ല പെർസെന്റേജ് ഉണ്ട്, സമാധാനം. ഭയപ്പെടേ വേണ്ട നാളെ. ആശ്രയം, അതൊക്കെയാണ് ആശ്രയം. അപ്പൊ എന്താ, ലാസ്റ്റിൽ എന്ത് ആശ്രയമോ അത് മുമ്പിൽ വന്ന് നിൽക്കും. മരണക്കിടക്കയിൽ കിടക്കുമ്പോ തലകണിയുടെ അടിയിൽ അങ്ങോട്ട് വെക്കും, ആരും എടുത്തോണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ചിലരുണ്ട് പഴയ കാലത്തൊക്കെ കുഴിച്ചിട്ട് വെച്ചിട്ട്, വീട്ടിനകത്ത് കുഴിച്ചിട്ട് വെച്ച് മറന്നേ അവരെ മക്കളുടെ അടുത്തൊന്നും പറയില്ല, അതിനെ ചത്തുപോകും. അത് തന്നെ സ്മരണയിലുണ്ടാവും. പിന്നെന്താവും, അടുത്ത ജന്മത്തില് അതിനെ രക്ഷിക്കാൻ ആ വീട്ടിലൊരു നായായിട്ട് വന്ന് പിറക്കും. വന്നിരിക്കുന്നത് ഈ ട്രഷർ രക്ഷിക്കാനാണേ. ആ കുഴിച്ച സ്ഥലത്ത്, മൂടിയ സ്ഥലത്ത് തന്നെ കിടക്കും ഈ നായ. മക്കൾക്കുണ്ടോ വല്ലതും അറിയണത്? വളരെ ആശ്ചര്യമാണ്. അപ്പോ അന്തകാലേച്ച മാമേവ, അന്തകാലത്തിൽ ഭഗവാൻ എന്നെ സ്മരിച്ചുകൊണ്ട് ആര് ശരീരം വിടുന്നു, കളേവരം മുക്ത്വ പ്രയാതി, ഇവിടുന്ന് യാതി പോകുന്നു, യാത്രികനാണ് ജീവൻ. പ്രയാതി ത്യജൻ ദേഹം മദ്ഭാവം യാതി, അവൻ എന്നെ തന്നെ പ്രാപിക്കുന്നു. അത്ര സംശയ അസ്തി, ഇതിന് സന്ദേഹമേ ഇല്ല അർജുന. ശരി, അങ്ങനെ പറ്റിയില്ലെങ്കിൽ നോക്കൂ, അടുത്ത ശ്ലോകത്തിൽ നിയമം, അതിന്റെ ഒരു ലോ ആണ് ഭഗവാൻ പറഞ്ഞത്. യം യം വാപി സ്മരൻ ഭാവം ത്യജത്യന്തേ കളേവരം തം തമേവൈതി കൗന്തേയ സദാ തദ്ഭാവഭാവിതഃ. യം യം വാപി സ്മരന് ഭാവം, ഭാവമണ്ഡലത്തിൽ എന്താണോ ഊറി 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 ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, അത് അവസാന കാലത്തിൽ വരും. ഭരതയോഗീശ്വരൻ ഏകാന്തമായി തപസ് ചെയ്തുകൊണ്ടിരുന്ന ആളുടെ മുമ്പിൽ ആ മാനു വന്ന് പെട്ടു, അല്ലേ? വിധിയാണ്, നിയതിയാണ്, മായ. അതാണ് അങ്ങനെ ഒരു ശക്തി അംഗീകരിക്കേണ്ടി വന്നു പോണത്. ദേവി മഹാത്മ്യത്തിൽ ചോദിക്കണം, ആരാ ഈ മായ? അതൊരു ശക്തി. അവൾ എന്ത് ചെയ്യണു? നമ്മൾ ഉപദ്രവിക്കുന്നവരുടെ അടുത്ത് നമുക്കൊരു ഇഷ്ടം ഉണ്ടാക്കി തീർക്കുന്നതാണ്. പ്രേമ പ്രവണം ചിത്തം വിഗുണേഷ്വപി ബന്ധുഷു. മക്കൾ പറഞ്ഞാൽ കേൾക്കണില്ല, തോന്നിയ വാസം കാണിച്ച് നടക്കണു. ഈ അമ്മയാണെങ്കിൽ ആ മകനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അവൻ എവിടെയോ പോയി, തിരിഞ്ഞേ നോക്കണില്ല. അമ്മയുടെ മനസ്സ് അവനെ ചിന്തിച്ചു. ഭാര്യയും ഭർത്താവും ശണ്ട കൂടും, എന്നാൽ എപ്പോഴും അവർക്ക് പരസ്പരം സങ്കല്പം. വിഗുണേഷ്വപി ബന്ധുഷു. വിഗുണമാണെങ്കിൽ മനസ്സതിൽ പടഞ്ഞുകൊണ്ടിരിക്കും. എന്താ? സാമായ. പ്രബല ശക്തിയുള്ളവളാണ് അവൾ എന്നാണ്. അവൾ എന്ത് ചെയ്യണോ? ഇങ്ങനത്തെ എല്ലാം സ്മരിപ്പിക്കും നമ്മളെ. അതിനെ എങ്ങനെ തരണം ചെയ്യും? വളരെ ബുദ്ധിമുട്ടാണ് അർജുന എന്ന് കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു. ദുഷ്കരമാണ്. എന്താന്ന് വെച്ചാൽ മിസ്റ്ററി ആയിരിക്കും നമ്മളുടെ മനസ്സിന്റെ സങ്കല്പശക്തി, ഇഷ്ടം എന്നൊക്കെ പറയണത്. എന്തിനാ ഇതിനൊക്കെ പോയി മനസ്സ് വെക്കണമെന്ന് നമുക്കറിയാം. അയ്യപ്പ എന്തിലേക്കോ പോയി മനസ്സിനെ കൊണ്ടുവയ്ക്കും. അത് ഭഗവത് സ്മരണം ചെയ്തൂടെ? പറ്റണില്ലല്ലോ. മാമേവയേ പ്രപദ്യന്തേ മായാമേനാം തരന്തിതേ.
ആ മായയുടെ അടുത്ത് തന്നെ പറയും. രാമകൃഷ്ണദേവൻ പറയും, ശ്രീരാമൻ മുമ്പിൽ പോകുന്നു, സീതാദേവി നടക്കു പോകുന്നു, ലക്ഷ്മണൻ പുറകെ പോകുന്നു. ഇത് രാമായണത്തിലുള്ള ഒരു ചിത്രമാണ്. വനവാസത്തിൽ മുമ്പിൽ പോകുമ്പോൾ രാമൻ മുമ്പിൽ പോകണം. യയോ അഗ്രേ പശ്ചാത് സീത ലക്ഷ്മണശ്ച ധനുഷ്പാണി പൃഷ്ഠതോനുജഗാമ. അപ്പോ ലക്ഷ്മണന് ഇടയ്ക്കിടയ്ക്ക് രാമനെ കാണണമെന്ന് ആഗ്രഹം. സീത മറക്കുകയാണ്. അപ്പൊ സീതാദേവിയുടെ അടുത്ത് പറയും, അമ്മ ഇത്തിരി വഴി വിട്ടു തരുന്നു. ഏട്ടത്തി ഇത്തിരി വഴി വിട്ടു തന്നാ ഞാൻ ഏട്ടനെ കണ്ടോളാന്ന് പറഞ്ഞ് ഇത്തിരി ഇങ്ങോട്ട് മാറിക്കൊടുത്താൽ രാമനെ കാണാമെന്നാണ്. ഇതുപോലെ ആ മായ ഇത്തിരി വഴി വിട്ടു തന്നാലേ ഭഗവാനെ കാണാനൊക്കെ ഉള്ളൂ. ശരി, എന്താ അപ്പൊ ആ മായ എന്ന് പറയുന്ന ശക്തി? ഭഗവാന്റെ തന്നെ ശക്തിയാ, ഭഗവാൻ എന്ന അന്യമായ ശക്തിയല്ല. ആ മായയെ എങ്ങനെ പ്രസന്നപ്പെടുത്തും? ഭഗവാനെ ശരണാഗതി ചെയ്യും. മായാം തു പ്രകൃതിം വിദ്യാത് മായിനം തു മഹേശ്വരം. ആ മായയെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന അന്തര്യാമിയായ അധിയജ്ഞനായ വിഷ്ണു ഉണ്ടല്ലോ, ആ ഭഗവാനെ ഒന്ന് എഴുന്നേപ്പിക്കുക. ജയ ജയാ ജഹി അജാം അജിത ദോഷ ഗൃഭീത ഗുണാം ത്വമസി യദാത്മനാ സമവരുദ്ധ സമസ്ത ഭഗഃ. സ്വയം സാധന ചെയ്ത് പരാജയപ്പെട്ട സാധകൻ ഭഗവത് അനുഭവമാകുന്ന അഗ്നിയെ എഴുന്നേൽപ്പിക്കാൻ കഴിയാതെ വരുമ്പോ അന്തര്യാമിയായ ഭഗവാനെ വിളിച്ച് പ്രബോധനം ചെയ്യാണ്. എഴുന്നേക്കു ഭഗവാനെ എന്നാണ്. ജയ ജയാ ജഹി അജാം. ഈ മായയുണ്ടല്ലോ, സത്വ രജസ്തമോ ഗുണത്തോടുകൂടി ഇരിക്കുന്ന ഇവൾ, ഈ ഒരു ആട്, ഈ പെണ്ണാട്, അനേകം കുട്ടികളെ പ്രസവിക്കുന്ന ഈ പെണ്ണാട്, ബഹ്വീ പ്രജാം ജനയന്തി നിസ്സരൂപാഹ. കറുത്തത് വെളുത്തത് ചുവന്നത് ഒക്കെ പ്രസവിക്കുമ്പോൾ ഈ പെണ്ണാടിനെ ബലി കൊടുക്കൂ എന്നാണ്. അജാം ജഹി എന്നാണ് ഇപ്പൊ ഈ ആട് ബലിയൊക്കെ വന്നത്. പെണ്ണാടൊന്നുമല്ല അവിടെ, അജാന്ന് വെച്ചാൽ മായാന്നർത്ഥാണ്. അജാം ജഹി അജാം ദോഷഗൃഭീത ഗുണം. അവൾക്ക് ദോഷത്തിനെ അവളുടെ സ്വഭാവമായി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ എങ്ങനെ നിവർത്തിപ്പിക്കും? എനിക്കറിയാൻ വയ്യ. ത്വമസി യഥാത്മാന സമവരുദ്ധ സമസ്ത ഭഗഃ. ഒരു ഡോക്ടറുടെ അടുത്ത് പോയിട്ട് സർജറിക്ക് കൊടുക്കുമ്പോ ഇങ്ങനെ സർജറി ചെയ്യാൻ പാടുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കിടക്കുവോ? അയാൾക്കറിയാം അല്ലേ? അവർക്കറിയാം, നമുക്കൊന്നും അറിയില്ലല്ലോ. നമ്മൾ കൊടുക്കുകയല്ലേ ശരീരത്തിന്. അതേപോലെ അന്തര്യാമിയായ ഭഗവാന്റെ അടുത്ത് പറയാ, ഭഗവാനെ ഈ ശരീരം അങ്ങയുടെയാണ്, മനസ്സ് അങ്ങയുടെയാണ്, ബുദ്ധി എന്റെ ഒന്നുമില്ല, എന്നെ കൊണ്ട്, എന്റെ സാധന, എന്റെ ശക്തി കൊണ്ട് ഒന്നും സാധിക്കാതായിരിക്കണോ? ഉള്ളിലുള്ള മായ പ്രബല ശക്തി, പ്രചണ്ഡ ശക്തിയുള്ളവളായിരിക്കണം. അവളെ നിരാകരണം ചെയ്ത് പൂർണ്ണാനുഭവത്തിനെ എനിക്ക് തന്ന് അനുഗ്രഹിക്കണം എന്നുള്ള ഈ ശുഭേച്ഛ. ഈ ശുഭേച്ഛയാണ് അഗ്നിയെ ഉത്ഥാനം ചെയ്യുന്ന ആദ്യത്തെ സ്റ്റെപ്പ്. അതുണ്ടായിക്കഴിഞ്ഞാൽ മതി, പിന്നെ തനിയെ ഈ അഗ്നി വളർന്നോളും. ഉള്ളിൽ അങ്ങോട്ട് പറഞ്ഞു, നമ്മൾ കാര്യം മനസ്സിലാക്കി. നമ്മളുടെ മനസ്സെന്ന് പറയുന്നത് ഒരു പ്രബല ശക്തി. അതിൽ എന്തു തോന്നും, എപ്പോ തോന്നും, എങ്ങനെ പ്രവർത്തിക്കും ഒന്നും പറയാൻ വയ്യ. യാ ദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിതാണ്. ഗുരു, ഉത്തമ ഗുരു ശിഷ്യന് ജ്ഞാനം ഉപദേശിക്കുമ്പോ പോലും ഡയറക്റ്റ് ആയിട്ട് ഉപദേശിക്കില്ല എന്നാണ്. സ്കൂൾ ടീച്ചിങ് പോലെയല്ല. നിനക്ക് മനസ്സിലാവണുണ്ടോ, നീ എന്താ മനസ്സിലാക്കാത്ത? അങ്ങനെയല്ല. മനസ്സിലാവണില്ലെങ്കിൽ ഉത്തമ യോഗിയായ ഗുരു ആ ശിഷ്യന്റെ തന്നെ അന്തര്യാമിയായ ബുദ്ധിരൂപിണിയായ ദേവിയെ എഴുന്നേപ്പിച്ചു വിടാൻ പ്രാർത്ഥിക്കൂത്രേ. നീ എഴുന്നേറ്റ് അവന് മനസ്സിലാക്കി വെച്ച് കൊടുക്കുമെന്നാണ്. അവന് മനസ്സിലാകാത്തത് അവന്റെ കഴിവില്ലായ്മ കൊണ്ടാണോ? അവൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ലേ വന്നിരിക്കുന്നത്. അവന് മനസ്സിലാവണില്ല. അവൻ എന്ത് ചെയ്യും? അപ്പോ അവന്റെ ഉള്ളിൽ പ്രതിബന്ധമുണ്ട്. ആ പ്രതിബന്ധം ആര് നീക്കാൻ പറ്റും? ഗുരുവിന് പറ്റിയില്ല. ഗുരു എന്ത് ചെയ്യണു? ഉള്ളിലുള്ള അന്തര്യാമിയായ ഭഗവാനെ എഴുന്നേക്കും. ഉത്തിഷ്ഠത മാ സ്വപ്താഹ. എഴുന്നേക്കും. ഉറങ്ങിയതൊക്കെ മതി, ഭഗവാനെയാണോ ഉറങ്ങിയത് മതി എന്ന് പറയണത്. വിശ്വാമിത്രൻ രാമനെ എഴുന്നേപ്പിച്ച പോലെ കൗസല്യാ സുപ്രജാ രാമ പൂർവ സന്ധ്യാ പ്രവർത്തതെ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്നികം.
എന്ന് പറഞ്ഞ പോലെ ഉള്ളിലുള്ള അന്തര്യാമിയായ ഭഗവാനെ എഴുന്നേപ്പിച്ച് വിട്ട് ഭഗവാനോട് പറയാണ് ഈ ദോഷങ്ങളൊക്കെ നിവർത്തിപ്പിച്ച് സ്വയം വിരാജമാനനാവുക, പ്രകാശിക്കുക. അതാണ് ഭക്തിമാർഗം. ജയ ജയാ ജഹി അജാം അജിത ദോഷ ഗൃഭീത ഗുണം ത്വമസി യദാത്മനാ സമവരുദ്ധ സമസ്ത ഭഗ. എന്തൊക്കെ ശക്തി വേണോ അതൊക്കെ അങ്ങയുടെ കയ്യിലുണ്ടല്ലോ. അഗജഗതോഗസാം അഖില ശക്തി അവബോധഗതേ. അവിടുന്ന് ഉള്ളിൽ അന്തര്യാമയായിരുന്ന് ക്വചിത് അജയാത്മനാച ശരതോനുചരൻ നിഗമഹ. രണ്ടുമായിട്ട് കളിക്കണത് വേണ്ട ഭഗവാനെ എന്നാണ്. ഭഗവാൻ ചിലപ്പോഴൊക്കെ ഇപ്പൊ ഭഗവത്ഗീത കേൾക്കണം ഇരുന്നു, കുറച്ച് കഴിഞ്ഞപ്പോ ടി വി കാണണം, കുറച്ച് കഴിഞ്ഞപ്പോ ആരെയോ ചീത്ത പറയണമെന്ന് തോന്നി, കുറച്ച് കഴിഞ്ഞ് ചീത്ത പറയാൻ പാടില്ല, ഞാൻ മനസ്സിനെയൊക്കെ അടക്കി നിയന്ത്രണം ചെയ്യണം. കുറച്ച് കഴിഞ്ഞപ്പോ തോന്നി അവന് രണ്ട് കൊടുത്താലേ ശരിയാവുള്ളൂ എന്ന് തോന്നി. അത് കഴിഞ്ഞപ്പോ വളരെ പ്രിയമായിട്ട് എല്ലാവരോടും പ്രിയമായിട്ടിരിക്കണം, പൂജ ചെയ്യണം തോന്നി. അത് കഴിഞ്ഞപ്പോ വേറെ എന്തോ വേണ്ടാത്തരം ചെയ്യണം തോന്നി. അജയാ ആത്മനാച ശരത. ഈ ഉള്ളിലുള്ള ശക്തി ഉണ്ടല്ലോ, ചിലപ്പോ അങ്ങോട്ട് പോകണു, ചിലപ്പോ ഇങ്ങോട്ട് പോകണം, ചിലപ്പോ ഗംഗയിൽ പോയി കുളിച്ചിട്ട് വരും, ചിലപ്പോ ഡ്രെയിനേജിൽ പോയി വീഴും. വേദം എന്ത് ചെയ്യണോ? എനിക്ക് ഡ്രെയിനേജ് വാട്ടർ തരുമെന്ന് അത് കൊടുക്കണോ, അത്രേ. ഗംഗാജലം തരുന്നത് അത് കൊടുക്കണം. അനുചരേത് നിഗമഃ. അന്തര്യാമിയോട് ഭഗവാനോട് പറയാണ്, ഭഗവാനെ അവിടെ നിന്ന് പെറുക്കിയെടുത്ത് എനിക്ക് വേണ്ടത് മാത്രം തന്നാ മതി, ഞാനൊന്നും ചോദിക്കണില്ല. അന്തകാലത്തിൽ എനിക്ക് ഭഗവത് സ്മരണം വേണം, ഭഗവത് ധ്യാനം വേണം, ഭഗവത് അനുഭവം വേണം. അതെങ്ങനെ കിട്ടുമോ അതുപോലെ അനുഗ്രഹിക്കും. മഹാപുരുഷ സമ്പർക്കമൊക്കെ അതിനാണ്. മഹാരാഷ്ട്രത്തിലൊരു മഹാത്മാവുണ്ടായിരുന്നു, ഗോവിന്ദവലേക്കർ മഹാരാജ്. അദ്ദേഹത്തിന്റെ അമ്മ അയോധ്യയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. രാമനാമം ആണ് അവരുടെ മാർഗം, വലിയ യോഗിയായിരുന്നു. അദ്ദേഹത്തിന്റെ അമ്മയെ അയോധ്യയിൽ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ രണ്ട് ഇൻസിഡന്റ്. ഒന്ന്, അയോധ്യയിലേക്ക് പോകുമ്പോ അന്നൊക്കെ കാശി യാത്രയ്ക്ക് പുറപ്പെടുകയാണ്. കാശി യാത്രയ്ക്ക് പുറപ്പെടുമ്പോ നാട്ടുകാരൊക്കെ വഴിയാത്ര ചെയ്യാൻ വന്നു. അപ്പോ ഗ്രാമത്തിലുള്ള ചില ആളുകളെയൊക്കെ വിളിച്ച് ഈ അമ്മ എന്തൊക്കെയോ പറഞ്ഞു. അപ്പൊ ഈ സ്വാമി ചോദിച്ചു, എന്താ അമ്മ പറഞ്ഞു ചോദിച്ചു. അല്ല, വീടൊക്കെ നല്ലവണ്ണം നോക്കിക്കൊള്ളാൻ പറഞ്ഞു. യം വാപി സ്മരൻ, അല്ലെ, ആ സ്മരണ ഇനി ഉള്ളിലുണ്ടാവുമല്ലോ. അപ്പൊ തന്നെ അദ്ദേഹം അവിടുന്ന് ഒരു ബ്രാഹ്മണനെ വിളിച്ച് ആ വീട് ദാനമായിട്ട് കൊടുത്തു. ഇനി തിരിച്ചു വരുന്നവരെ അമ്മ ഈ വീട് ഓർത്തുകൊണ്ടിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ വീട് ദാനമായിട്ട് കൊടുത്തു. എന്നിട്ടാണ് കൂട്ടിക്കൊണ്ടു പോണത് കാശിയിലേക്ക്. അങ്ങനെ കാശിക്ക് പോയി അയോധ്യയിലെത്തിയപ്പോ അമ്മ പറഞ്ഞു, എനിക്കിവിടെ ശരീരം വിടാനുള്ള ഒരു ഭാഗ്യം കിട്ടിയില്ലല്ലോ. അമ്മയ്ക്ക് വാസ്തവത്തിൽ ആഗ്രഹമുണ്ടോ? ജീവിച്ചത് മതിയായി, ഈ അയോധ്യ ക്ഷേത്രത്തിൽ ശരീരം വിടണമെന്ന് തോന്നണം, എന്നാ കിടന്നോളൂ. അമ്മയെ അവിടെ കിടത്തി നാമജപം ചെയ്തു, ഭഗവത് സ്മരണം ചെയ്തുകൊണ്ട് ശരീരം വിട്ടു. അത് ഒരു ഇൻസിഡന്റ് അല്ല, കുറെ വർഷങ്ങൾക്ക് ശേഷം അവരുടെ വീട്ടിൽ ജോലിക്കാരി പിന്നെ അവിടെ വന്നിട്ട് പറഞ്ഞു, എന്റെ യജമാനത്തെ ഇവിടെ വെച്ചാണല്ലോ പോയത്, എനിക്കതുപോലെ ശരീരം വിടാൻ പറ്റുമോ? കിടന്നോളൂ അത്രയാണ്. നീ അവരെ അവിടെ കിടന്നു, നീ പോയിട്ട് നിന്റെ റൂമിൽ പോയി കിടന്നോളൂ, നിനക്ക് നാമം ജപിച്ചോണ്ടേ കിടന്നോളൂ, നീ പോയിക്കോളൂ. ശരീരം വിട്ടു എന്നാണ്. ഇച്ഛാമൃത്യു. ഈ അധ്യായം ഇച്ഛാമൃത്യുവിന്റെയാണ്. വേണമെന്നുണ്ടെങ്കിൽ എന്ത് സാധിക്കും എന്നാണ് ഇച്ഛാമൃത്യു. അപ്പൊ എന്തിനെ ഭഗവത് സ്മരണം ചെയ്തുകൊണ്ട് ശരീരം വിട്ടാൽ ഭഗവത് പ്രാപ്തി. യം വാപി സ്മരൻ ഭാവം ത്യജത്യന്തേ കളേവരം തം തമേവൈതി കൗന്തേയ സദാ തദ്ഭാവഭാവിത. സദാ എപ്പോഴും തദ്ഭാവ, അതേ ഭാവത്തിനെ ഭാവിച്ചുകൊണ്ടിരിക്കണവൻ അതേ ഭാവത്തിനെ പ്രാപിക്കും. ഒരു ഭ്രമരം, ഒരു വേട്ടാവളിയൻ ഒരു ചെറിയ പുഴുവിനെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരു കുത്തു കൊടുക്കത്രേ. പിന്നെ അത് ഈ ഭ്രമരത്തിന് ചിന്തിച്ച് ചിന്തിച്ച് ഭ്രമരമാകും. ഇതിനാണ് ഭ്രമരകീടന്യായം എന്ന് പറയണത്. അതുപോലെ എന്തിനെ നമ്മൾ വികാരത്തോടുകൂടെ സ്മരിക്കണോ ചിന്തിക്കും. ഹിരണ്യകശിപു ജീവിതം മുഴുവൻ വിഷ്ണുവിനെ ധ്യാനിച്ചുകൊണ്ടിരുന്നു.
കംസൻ ജീവിതം മുഴുവൻ കൃഷ്ണനെ ധ്യാനിച്ചുകൊണ്ടിരുന്നു. മാരീചൻ പറഞ്ഞു, എനിക്ക് മരവും കാടും ഒക്കെ കണ്ട രാമൻ നിൽക്കണ പോലെ തോന്നുന്നു എന്നാണ്. പേടിച്ചിട്ടാണെങ്കിലും സംരംഭ സംഭൃത സമാധി അനുബദ്ധ യോഗവും എന്നാണ്. പേടിച്ചിട്ടാണെങ്കിലും ദേഷ്യം കൊണ്ട്, വെറുപ്പ് കൊണ്ടോ ഭയം കൊണ്ടോ ആണെങ്കിൽ പോലും അവരൊക്കെ പ്രാപിച്ചു എന്നാണ്. എന്താണെന്ന് വെച്ചാൽ ജീവിതം മുഴുവൻ ഇതാണ് സ്മരണേ. ഹിരണ്യകശിപു എവിടെ വിഷ്ണു, എവിടെ വിഷ്ണു, എവിടെ വിഷ്ണു എന്നാ ചോദിക്കണത്. ഓരോരിക്കൽ വിഷ്ണു എവിടെയും ചോദിക്കും. വിഷ്ണു ഉള്ളിൽ വേണമല്ലോ, ഇല്ലാതെ എങ്ങനെ വിഷ്ണുവിനെ തരും? തൂണിൽ നിന്ന് ഭഗവാൻ നരസിംഹമായിട്ട് വന്നത് പ്രഹ്ലാദന് വേണ്ടിയിട്ടല്ല, ഹിരണ്യകശിപുവിന്റെ കണ്ടീഷനാണ്. ആ പുരുഷനാവാൻ പാടില്ല, മൃഗമാവാൻ പാടില്ല, ഒക്കെ ആ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തുകൊണ്ട് വന്നതാ. യം യം വാപി സ്മരൻ ഭാവം, ആ ഭാവത്തിൽ ധ്യാനിച്ചു, ആ ഭാവത്തിൽ വന്നു. ഹിരണ്യകശിപുവിന്റെ തപസ്സാണ്. രാവണൻ എല്ലാവരുടെ മുമ്പിൽ ഇത് രീതിയിൽ തന്നെ. മാരീചൻ പറഞ്ഞു, വൃക്ഷേ വൃക്ഷേഹി പശ്യാമി ചീരാജിന ജടാധരം ഗൃഹീതധനുഷം രാമം പാശഹസ്തമിവാന്തകം. ഓരോ വൃക്ഷത്തിൽ ഞാൻ കയ്യില് കോദണ്ഡം പിടിച്ചുകൊണ്ട് നിൽക്കുന്ന രാമനെ ഞാൻ കാണുന്നു എന്നാണ്. അവർക്കൊക്കെ കിട്ടിയ പൂതന പ്രാപിച്ചു എന്നാണ്. അപ്പൊ സ്മരൻ ഭാവം, ആ സ്മരണ ആർക്ക് വരും, എപ്പോ വരും, എങ്ങനെ വരും ഒന്നും പറയാൻ വയ്യ. യം യം വാപി സ്മരൻ ഭാവം ത്യജത്യന്തേ കരേവരം. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഗീത കേൾക്കണവർക്ക് ശരി ഇന്ന് ലാസ്റ്റിൽ വന്നോട്ടെ എന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ല. തസ്മാത്, അതുകൊണ്ട്. ഇവിടെയാണ് ഇത്രയും പറഞ്ഞത് ഈ തസ്മാതിന് വേണ്ടിയിട്ടാണ്. ഇത്രയും ശ്ലോകം ചൊല്ലിയത് ഈ തസ്മാത് പറയാൻ വേണ്ടിയിട്ടാണ്. അവസാന കാലത്തുള്ള സ്മരണം, ഈ സ്മരണത്തിന്റെ ശാസ്ത്രമൊക്കെ പറഞ്ഞു വന്നത് ഈ തസ്മാത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് സർവേഷു, അടുത്ത ശ്ലോകം നോക്കൂ. തസ്മാത് സർവേഷു കാലേഷു മാമനുസ്മരയുധ്യച മയ്യർപ്പിതമനോ ബുദ്ധിഃ മാമേ വേശ്യസ്യ സംശയഃ. തസ്മാത് സർവേഷു കാലേഷു മാമനുസ്മരയുധ്യച മയ്യർപ്പിതമനോ ബുദ്ധിഃ മാമേ വൈശ്യസി അസംശയഃ. സർവേഷു കാലേഷു മാം അനുസ്മര യുധ്യ മയി അർപ്പിത മനോബുദ്ധി മാമേവ ഏഷ്യസി അസംശയ. അതുകൊണ്ട് ഹേ അർജുന, എന്തുകൊണ്ട് എന്ന് വെച്ചാൽ ഈ സ്മരണത്തിന് ഇത്ര പ്രാധാന്യമുണ്ട് എന്നുള്ളത് കൊണ്ട് സർവേഷു കാലേഷു, എപ്പോഴും ഭഗവത് സ്മരണ എപ്പോഴും. ഞങ്ങൾക്ക് പണിയൊക്കെ എടുക്കണ്ടേ, സ്മരിച്ചോളൂ, പണിയെടുത്തോളൂ എന്നാണ്. നല്ല കാര്യായി. ഞങ്ങളിപ്പോ ഗുരുവായൂരപ്പനെ സ്മരിച്ചുകൊണ്ട് ഒരാള് കമ്പനിയിലെ അക്കൗണ്ടന്റ് ആണ്, ഒരാള് ബാങ്കിൽ ക്ലർക്കാണ്, ഒരാള് ഡോക്ടറാണ്, ഒരാള് വീട്ടിൽ അടുക്കള പണിയെടുക്കുന്ന അമ്മയാണ്. ഈ പണിയൊക്കെ ചെയ്യണ്ടേ? യുദ്ധിച്ച എന്ന് പറഞ്ഞാൽ എങ്ങനെ യുദ്ധം ചെയ്യാൻ പറ്റും? എന്നെ സ്മരിച്ചുകൊണ്ട്. മൈ അർപ്പിത മനോബുദ്ധി, മനസ്സ് പ്രവർത്തിക്കുന്നതും ബുദ്ധി പ്രവർത്തിക്കുന്നതും ഒക്കെ തന്നെ അന്തര്യാമിയായി ഞാൻ അവിടെ ഉള്ളത് കൊണ്ടാണെന്ന് അറിഞ്ഞുകൊള്ളുക. ഇതിന്റെ ബേസിക് മെറ്റീരിയൽ ഭഗവാനാണ് എന്ന് അറിഞ്ഞുകൊള്ളുക എന്നാണ്. പിന്നെ മനസ്സിൽ എന്ത് വിചാരം വന്നാലും എന്ത് പ്രവൃത്തി വന്നാലും അത് ദിവ്യമായിട്ട് തീരും. പ്രവൃത്തിയുടെ മൂലം ഈശ്വരനാണോ ജഡമാണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ പറയണത് ഒക്കെ ജഡമാണ്, ജഡത്തുനിന്നൊക്കെ എല്ലാം ഉണ്ടാവുമോ? ജഡത്തുനിന്നെല്ലാം ഉണ്ടാവുമോ? ചൈതന്യത്തിൽ നിന്നാണ് ജന്മാദ്യസ്യ യതഃ.
മനസ്സ് എവിടെ ഉദിച്ചു? ചൈതന്യത്തിൽ നിന്നും. ബുദ്ധി എവിടെ ഉദിച്ചു? ചൈതന്യത്തിൽ നിന്നും. ഇന്ദ്രിയങ്ങൾ എവിടെ ഉദിച്ചു? ചൈതന്യത്തിൽ നിന്നും. ചൈതന്യത്തിൽ നിന്ന് ഉദിക്കുന്നതിനൊക്കെ പിറപ്പിടം, സോഴ്സ് ചൈതന്യമാണ്. ഈ സോഴ്സിനെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ജോലിയൊക്കെ ചെയ്തോളൂ, അടുക്കള പണി ചെയ്തോളൂ, എന്ത് പണി ചെയ്തോളൂ. ഇതൊക്കെ തന്നെ ഭഗവത് ആരാധനയായിട്ട് തീരും. അങ്ങനെ തീരുവോ? തീരും. എന്താന്ന് വെച്ചാൽ മുൻപ് ഉള്ള സങ്കല്പം, വ്യവസായാത്മിക ബുദ്ധി എന്ന് ഭഗവാൻ മുൻപ് പറഞ്ഞു. ആദ്യ സങ്കല്പമാണ് മുഖ്യം. അതിനുശേഷം നിങ്ങൾ മറന്നുപോകാം. ഇപ്പോ ഇവിടെ നിന്ന് തൃപ്പൂണിത്തുറ പോവാണെന്ന് വെച്ചോളൂ. ഇവിടുന്ന് തൃപ്പൂണിത്തുറയ്ക്ക് പോകണം, ബസ് പിടിച്ച് പോകണം തീരുമാനിച്ചു. ഇവിടുന്ന് ഇറങ്ങി. ആ ഒറ്റ തീരുമാനം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ തൃപ്പൂണിത്തുറയൊന്നും ചിന്തിക്കില്ല. ഇവിടുന്ന് പോയി ആ വഴിക്ക് തിരിഞ്ഞു, അവിടെ പോയി തൃപ്പൂണിത്തുറ ബസ് കണ്ടപ്പോൾ കയറിയിരുന്നു തൃപ്പൂണിത്തുറ ചിന്തിക്കുന്നുണ്ട്. വേറെ എന്തൊക്കെയോ ചിന്തിച്ചു നടുവില്. പക്ഷെ മുഖ്യമായ കാര്യം ഇവിടുന്ന് തൃപ്പൂണിത്തുറ പോയി ഇറങ്ങലാണ്. അത് ഒരു പ്രാവശ്യം സങ്കല്പിച്ചിട്ട് വിട്ടുകളഞ്ഞു. യാത്ര മുഴുവൻ തൃപ്പൂണിത്തുറയ്ക്കായി. നടുവിൽ അവാന്തരമായിട്ടുള്ള എന്തൊക്കെ വിചാരം വന്നാലും ശരി, പോകുന്ന വഴി നിങ്ങൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചു, വേറെ എന്തെങ്കിലുമൊക്കെ എന്ത് വ്യവഹാരം ചെയ്തോളൂ, നിങ്ങൾ അവസാനം തൃപ്പൂണിത്തുറ പോയി എത്താൻ പോവാണ് അല്ലേ? ആദ്യം ഒന്ന് സങ്കല്പിച്ച് വിട്ടു കഴിഞ്ഞു. ആ സങ്കല്പം എന്ത് ചെയ്തു? എല്ലാത്തിനെയും ഓടിക്കുകയാണ്, വണ്ടി ഓടിക്കുകയാണ്. അതേപോലെ മനസ്സ്, ബുദ്ധി ഒക്കെ ഭഗവാനാണ് ഇതിന്റെ ലക്ഷ്യമെന്ന് ആദ്യം ഒന്ന് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം അത് ലോകം വ്യവഹരിക്കുമ്പോഴും അതിനെ അറിയാം. അത് വ്യവഹരിച്ചു കഴിഞ്ഞാൽ അത് അതിന് വിടും. കാരണം എത്താനൊരു സ്ഥലമുണ്ട്. ഇതൊന്നും സാരല്ലേ, ഇതൊന്നും മുഖ്യമല്ല, നമുക്കറിയാം. തൃപ്പൂണിത്തുറ ബസ് വരാൻ 10 മിനിറ്റ് ആവുമെങ്കിൽ ആ കടയിൽ, അടുത്തുള്ള കടയിൽ കയറി എന്തോ അരി വാങ്ങിച്ചു, പഞ്ചസാര വാങ്ങിച്ചു. പക്ഷേ അയാൾ പഞ്ചസാര എടുക്കാൻ നേരായ ഒരു പക്ഷേ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇറങ്ങിപ്പോകും. എന്താ ബസ് വരും, പോണം പോ. എന്താ അത്? മുൻ സങ്കല്പമാണ്, ആദ്യ സങ്കല്പമാണ്, നിശ്ചയമാണ്, നിശ്ചയാത്മിക ബുദ്ധി. ഇതാണ് ഭഗവത് സ്മരണത്തിന്റെ സീക്രട്ട്. ജീവിതത്തിന് മുഖ്യ ലക്ഷ്യം അതാണെന്ന് പറഞ്ഞു. പിന്നെ അതിന് പറഞ്ഞിട്ട് പ്രവർത്തിക്കാതെ ഒന്നും ഇരുന്നില്ല, ലോകപ്രവൃത്തിയൊക്കെ ചെയ്തു. ആ പ്രവൃത്തിയൊക്കെ ഈ മുൻ സങ്കല്പം കൊണ്ട് നിയന്ത്രണം ചെയ്യപ്പെടുന്നത് കൊണ്ട് എന്താവും വെച്ചാൽ അതാത് പ്രവർത്തികൾ അതാത് കാര്യം കഴിയുമ്പോൾ തീർന്നു പോയിട്ട് ഭഗവാനിൽ വന്നിരിക്കും. നിങ്ങൾ വേണമെങ്കിൽ ചെയ്ത് നോക്കൂ. ആ പ്രവൃത്തി ചെയ്യും, അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ എന്ത് ചെയ്യും? പിന്നെ ഭഗവത് സ്മരണ. അത് നിത്യപ്രവൃത്തി, സ്വരൂപത്തില് വന്നിരിക്കും. അത് നിത്യപ്രവൃത്തി. ലോകവ്യവഹാരമോ വ്യവഹാരം മാത്രം. വ്യവഹാര സമയത്ത് കോൺഷ്യസ് ആയിട്ട് ഭഗവാനെ ഒന്നും ചിന്തിക്കണില്ല. അടുക്കള പണി തന്നെ ചെയ്യണത്. അപ്പോഴൊന്നും നാരായണ കൃഷ്ണ ഒന്നും ചിന്തിക്കണില്ല. ചെയ്തു. പക്ഷെ നാരായണനും കൃഷ്ണനും ഒക്കെ ഉണ്ട് പിന്നാലെ. മുമ്പേ ചിന്തിച്ചു കഴിഞ്ഞു, ഉറപ്പിച്ചു കഴിഞ്ഞു. അത് ഭഗവാൻ അല്ലാതെ വേറൊന്നും ആശ്രയമില്ല എന്ന് തീരുമാനിച്ചിട്ട് പിന്നെ അതിനെ ഓർക്കേണ്ട ആവശ്യം പോലുമില്ല. അത് നമ്മളുടെ ഉള്ളില് നിറഞ്ഞു നിൽക്കും. ഇപ്പൊ മാസം ശമ്പളം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണല്ലോ പോയിട്ട് ജോലി എടുക്കണത് അല്ലേ? ആദ്യം തന്നെ ഇന്റർവ്യൂ തന്നെ ചോദിക്കും, എത്രയാ എക്സ്പെക്ട് ചെയ്യണത് ചോദിക്കും. അതൊക്കെ പറഞ്ഞൊക്കെ കഴിഞ്ഞിട്ടാണ് ജോലിക്ക് ചെയ്യേണ്ടത്. പിന്നെ ചെന്നിട്ട് പിന്നെ അതൊന്നും എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കണില്ലല്ലോ. പണിയും എന്താ അവസാനം കിട്ടുന്ന അറിയാം. പക്ഷെ ഇയാൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെ പുറകിലും അത് ഇയാളുടെ ഉള്ളിലുണ്ട് അല്ലേ? അതേപോലെ ഭഗവത് സ്മരണത്തിന് ആദ്യത്തെ ഇതിൽ തന്നെ അങ്ങോട്ട് തീരുമാനിച്ച് നിശ്ചയിച്ച് ഉള്ളിൽ വെച്ചു. മാം അനുസ്മര. അനുസ്മര എന്ന് വെച്ചാൽ വ്യവസായാത്മിക ബുദ്ധി കൊണ്ട് നിശ്ചയിച്ചു വെച്ചു കഴിഞ്ഞാൽ മറ്റ് സ്മരണങ്ങൾക്കൊക്കെ പുറകില് ഇത് അനുവായിട്ടുണ്ടാവും. ഇതിപ്പോ നിങ്ങൾക്ക് അനുഭവത്തില് പ്രാക്ടീസിൽ വന്നാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അതിൽ വലിയ ബുദ്ധിമുട്ടിനെയാണ്. മാമനുസ്മര യുദ്ധച്ച്. ഭഗവാൻ പറയണത് എന്നെ സ്മരിച്ചുകൊണ്ട് യുദ്ധം ചെയ്യണോ എന്നാണ്. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് യുദ്ധം ചെയ്യൂ. ഞാനാണ് പറയണത്, ചെയ്തോളൂ. മൈ അർപ്പിത മനോബുദ്ധി. എന്റെ ബുദ്ധി മനസ്സൊക്കെ എന്നിൽ അർപ്പണം ചെയ്യൂ. എന്നുവെച്ചാൽ ഞാനാണ് മനസ്സിനെ പ്രവർത്തിപ്പിക്കുന്നത്, ഞാനാണ് ബുദ്ധിയെ. യാ ദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത.
മനസ്സ്, ബുദ്ധി, ഇതൊക്കെ ഭഗവാന്റെ അന്തര്യാമിയുടെ കയ്യിലുള്ള ഫോഴ്സസ് ആണെന്ന് അറിഞ്ഞു. അത് വലിയൊരു അറിവാണ് അല്ലെ. മനസ്ത്വം വ്യോമത്വം മരുദസി മരുത്സാരഥിരസിത്വം ആപസ്ത്വം ഭൂമി. ഇത് ഭഗവാന്റെ അപരാപ്രകൃതിയാണ് മനസ്സ്, ബുദ്ധിയൊക്കെ. പരാപ്രകൃതിയാണ് ജീവഭൂതമായിട്ടുള്ളിലിരിക്കുന്ന ചൈതന്യ കല. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഭഗവാൻ ഇപ്പോ പറഞ്ഞപ്പോ പ്രത്യേകിച്ചൊരു സാധനമൊന്നുമല്ല. അപ്പൊ യുദ്ധം ചെയ്യും. യുദ്ധമാണ് ചെയ്യിപ്പിക്കണമെന്ന് വെച്ചാൽ യുദ്ധം ചെയ്യും. അതാണ് ഭീഷ്മര് പറഞ്ഞത്, എനിക്ക് യുദ്ധമാണ് ചെയ്യേണ്ടത്. മുമ്പിൽ നിൽക്കുന്ന കൃഷ്ണൻ ഭഗവാനാണെന്ന് അറിയാം, അമ്പ് കൊണ്ട് ഒന്ന് തുളച്ചു നോക്കട്ടെ എന്നാണ്. മമ നിശിത ശരൈ വിഭിദ്യമാനത്വചി വിലസത് കവചേസ്തു കൃഷ്ണ ആത്മാനം. ഓരോ അമ്പ് കൊണ്ട് കൃഷ്ണന്റെ മേലെ അങ്ങോട്ട് ദ്വാരം ഇടുമ്പോ എന്റെ ഉള്ളിൽ കൃഷ്ണൻ പ്രകാശിക്കാണെന്നാണ്. മാപ്പിള വന്ന് വിഗ്രഹം ഉടയ്ക്കുമ്പോ അയാൾക്ക് കിട്ടിയില്ല എന്ന് ആര് കണ്ടു എന്നാണ്. ഒരാൾ ചോദിച്ചു, നിങ്ങളുടെ ഭഗവാൻ ഈ വിഗ്രഹത്തിൽ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അയാൾ വന്ന് വിഗ്രഹം തകർക്കുമ്പോ, വിഗ്രഹം തകർക്കാൻ അയാളുടെ കയ്യിൽ ബലം കൊടുത്തത് ഭഗവാനല്ലോ. അയാൾക്കൊരു ഭഗവാൻ, നിനക്കൊരു ഭഗവാൻ ഉണ്ടോ? അയാൾ തകർത്തതെന്താ? ഇവരുടെ ഭഗവാനെ ഞാൻ തല്ലിപ്പൊട്ടിക്കാൻ പോണെന്നു. ഭഗവാൻ വന്നില്ല അയാളുടെ ഉള്ളില്. ആ സ്മരണ ഉള്ളിൽ വെച്ചുകൊണ്ട് മാമനുസ്മര യുദ്ധിച്ച് വ്യവഹാരം ചെയ്യൂ. ലോകവ്യവഹാരം സ്വധർമ്മം എന്താന്ന് വെച്ചാൽ ചെയ്യൂ. പക്ഷെ ആ സ്വധർമ്മം ചെയ്യുമ്പോ എന്റെ സ്മരണ ഉള്ളിൽ ഇരുന്നു കൊണ്ടേയിരിക്കട്ടെ. ആ നിത്യസ്മരണ, സതതസ്മരണ, സ്മരണയിലുള്ള സാതത്യം, സരളസ്മരണ, അതാണ് ഏറ്റവും വലിയ കൗശലം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഭഗവത് നാമ ജപത്തിന് ഇത്രയൊക്കെ പ്രാധാന്യം കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എളുപ്പത്തിൽ ഒരേ നാമം ജപിച്ചുകൊണ്ട്. വിഷ്ണു സഹസ്രനാമം എന്ന് വെച്ചാൽ തീർന്നു പോകും, ലളിതാ സഹസ്രനാമം എന്ന് വെച്ചാൽ തീർന്നു പോകും. ഒറ്റ നാമാണെങ്കിൽ ആ ജപം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ സ്മരണ ഉള്ളിലുണ്ടാവും. മാമനുസ്മര യുദ്ധ യുദ്ധമും ചെയ്യൂ. യുദ്ധം ചെയ്യുന്ന അർജുനനോട് പറഞ്ഞു. നമ്മുടെ അടുത്ത് യുദ്ധം ചെയ്യാനല്ല. ഭഗവത്ഗീതയിൽ ഇന്ന് പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ പോയിട്ട് ഞാൻ കുറച്ചു ദിവസമായിട്ട് അടക്കി പിടിച്ചിരിക്കുകയാണ്, ഇന്ന് യുദ്ധം ചെയ്യാം. ആ യുദ്ധം തുടങ്ങണ്ട. മാമനുസ്മര യുദ്ധ. ആ മാമനുസ്മര പറഞ്ഞല്ലോ. എങ്ങനെ സ്മരണ പ്രാക്ടീസ് ചെയ്യും? അതിനുള്ള അഭ്യാസം എന്താണ്? അതാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞത്. അഭ്യാസയോഗയുക്തേന ചേതസ നാന്യഗാമിന പരമം പുരുഷം ദിവ്യം യാതി പാർത്ഥാനുചിന്തയൻ. ഇന്ന് മഴയും ഒരുപാടുണ്ട്, നമ്മളിപ്പം നിർത്താം. നാളെ രാവിലെ പ്രഭാഷണത്തോടു കൂടെ തുടങ്ങാം. നാളെ വൈകുന്നേരം തുടർന്ന് ഗീതയിൽ കാണാം. സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം.